സ്വന്തം പേരിനേക്കാൾ ജന്മനാടിന്റെ പേരിൽ പ്രശസ്തരായ പ്രതിഭകൾക്കിടയിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സിനിമാക്കാരൻ. മാള എന്ന ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നും മദ്രാശിയിലെ വെള്ളി വെളിച്ചത്തിലേക്ക് അയാൾ എന്ന കലാകാരനെ എടുത്തുയർത്തിയത്, നൽകിയത് നാടകം തന്നെയായിരുന്നു. പാട്ടും കൊട്ടും ഒപ്പം എന്തിനും ഒരു കൈ നോക്കാമെന്ന തനി തൃശൂർ കലാകാരന്റെ ആത്മവിശ്വാസവും ചേർത്തുവെച്ച് നാടകലോകത്തെ ആ ചെറുപ്പക്കാരന് ആദ്യ ഇടം തബലക്കരികിലായിരുന്നു. ഓരോ രംഗത്തിന്റെയും രസക്കൂട്ടുകൾക്കനുസരിച്ചുള്ള താളപ്പെരുക്കം അറിയുന്നവന് അഭിനയതാളം തേടിപ്പിടിക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. തനിക്ക് എളുപ്പം വരുതിയിലാക്കാൻ പറ്റുന്ന രസം ഹാസ്യത്തിലാണെന്ന് കണ്ടെത്തിയ അരവിന്ദൻ എന്ന ആ മനുഷ്യന്റെ ചിരിക്കാഴ്ചകൾക്ക് അരങ്ങും തുടർന്ന് അഭ്രപാളിയും കൈയടിച്ചു. കോമഡിക്കൊപ്പം ക്യാരക്ടർ റോളുകളിലും വെന്നിക്കൊടി പാറിച്ച 90-കൾ. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ മാണിക്യ ശോഭയാർന്ന അഭിനയ ജീവിതം സ്വന്തമാക്കി നമുക്കരികിൽ നിന്നും വിട പറഞ്ഞ ഓർമ്മയിൽ എന്നും മാള അരവിന്ദൻ. എന്റെ ഈ ഇടതുകാലിന്റെ ഐശ്വര്യം കൊണ്ട് ഈശ്വര ഈ വർഷം തന്നെ സ്വാമിയെ കുത്തുവാള എടുപ്പിക്കണേ. എന്നെ കണ്ടക്ടറാക്കുന്നത് കൂടോത്രകാരനെ ചക്രവാണി തൻ വാക്യ മാധവ, ഒരു 10 രൂപ ഗുരുദക്ഷിണായിട്ട് ഞാൻ ഇപ്പൊ തരാം. നീലനിലാവേ നീ കേഴുകയാണോ, നീറുകയാണോ? ഞാനും തന്റെ പാർട്ടിപ്പെട്ട സകല ഡൂപ്ലികളും കാണിച്ചെന്ന എല്ലാവരെയും എന്നാൽ കഴിയുന്ന വിധം ഞാൻ തല്ലി. ഇത് സമ്മതിച്ചു കൊടുത്താൽ നമ്മൾ സ്റ്റാറ്റസ് വരും, സമ്മതിച്ചില്ലെങ്കിൽ ഗുരുസാറിന്റെ മനസ്സിന്റെ വരും. നിങ്ങൾ 2 സഹോദരിമാരുടെ ഷെയർ വാങ്ങിയില്ലായിരുന്നു? റൊക്കം പണം കൊടുത്ത്. അതെ, അതിനുള്ള സോഴ്സ് എന്താണ്? ശേഖരൻ നമ്പി അങ്ങുന്ന് നാളെ കൊട്ടാരത്തിൽ നാളികേരം ഇടിച്ച് വസ്തു കൈവശാക്കാൻ പോണെന്ന് കേട്ടു. സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുഴിക്കാമല്ലോ. ഓർമ്മയിലെന്നും മാള അരവിന്ദൻ ചേട്ടന്റെ ഓർമ്മകളുമായി ഇന്ന് ഓർമ്മയിലെന്നും എന്ന പരിപാടിയുടെ ഈ ലക്കത്തിലേക്ക് ആദ്യം എത്തുന്നത് നിരവധി അനവധി സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച ഒരു സംവിധായകനാണ്. പലപ്പോഴും സിനിമയും സിനിമയുടെ ക്യാമറകളും മുഖം തിരിച്ചു വെക്കുവാൻ മടി കാണിച്ച സമൂഹത്തിന്റെ നാനാ തുറകളിലേക്കും ക്യാമറ കണ്ണുകളെ എത്തിച്ച് പലരുടെയും ജീവിതങ്ങൾ അതുപോലെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച് നമുക്കിടയിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കൂടെ വെള്ളിത്തിരയിലൂടെ എത്തിച്ച ഒരു പ്രതിഭാധനനായ സംവിധായകൻ. ഏറെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സംവിധായകൻ വിനയൻ. താങ്ക് യു വെരി മച്ച്. സ്വാഗതം ഓർമ്മയിലെന്നും മാള അരവിന്ദൻ എന്ന ഈ ലക്കത്തിലേക്ക്. നമസ്കാരം. വിനയൻ സാറിനെ ഈ പരിപാടിക്ക് വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത്, പൊതുവെ ഇന്റർവ്യൂകൾ ചാനൽ പരിപാടികൾക്കൊക്കെ ഞാനൊന്ന് മാറി നിൽക്കുകയാണ്, വിട്ടു നിൽക്കുകയാണ്, പലതിലും അങ്ങനെ മുഖം കാണിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നാണ്. പക്ഷേ ഈ എപ്പിസോഡ് മാള അരവിന്ദൻ ചേട്ടനെ കുറിച്ചുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു എപ്പിസോഡാണെങ്കിൽ ഇങ്ങനെ ഒരു വിളി വന്നാൽ അത് നിരസിക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്താം എന്ന് അനുതാപപൂർവ്വം പറയുകയും എത്തുകയും ചെയ്തതാണ്. ഒരിക്കൽ കൂടി വന്നതിന് വളരെ നന്ദി സാർ. മാള എന്ന് നമുക്ക് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരുപാട് കോമഡി കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. മാള അരവിന്ദൻ എന്ന നടനെ ഒരു നർമ്മത്തിനപ്പുറം ആദ്യമായി ശ്രദ്ധിച്ചത് എപ്പോഴാണ്? സത്യത്തിൽ മാളച്ചേട്ടനെ എനിക്ക് എൻ്റെ SSLCയുടെ കാലഘട്ടമാണെന്ന് തോന്നുന്നു. 75-76 മാളച്ചേട്ടന് സൂര്യസോമയുടെ നിധി എന്ന് പറയുന്ന നാടകം. അതിനകത്തൊരു വാര്യർ എന്ന് പറയുന്ന കഥാപാത്രം എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. ഞാൻ അന്ന് തൊട്ട് അത് കഴിഞ്ഞ് ഞാൻ സിനിമയിലൊക്കെ വരുന്ന എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടാണ്. മാളച്ചേട്ടൻ വളരെ സീരിയസ് ആയിട്ട് അഭിനയിക്കുന്ന, എന്താ പറയുക, വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കോമഡി നടൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് കഴിവുള്ള ഒരു നടനാണ് മാളച്ചേട്ടൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പല ചിത്രങ്ങളിലും അത്തരം ക്യാരക്ടർ കൊടുത്തത്. അതുമാത്രമല്ല വിഷാരടി, ഈ വലിയ ഡിഗ്രി ഒന്നും എടുക്കാത്തൊരു മനുഷ്യനാണേലും സീരിയസ് ആയിട്ട് വായിക്കുന്ന, ഇതിനെപ്പറ്റിയൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരു ചലച്ചിത്ര പ്രതിഭയായിരുന്നു പുള്ളി. ഈ നമ്മുടെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് മലയാള സിനിമയിൽ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ ബാസി ബഹദൂർ കൂട്ടുകെട്ടിന് ശേഷം 70കളുടെ പകുതിയിൽ പപ്പുമാള ജഗതി എന്ന പേരിൽ ഒരു സിനിമ തന്നെ പുറത്തിറങ്ങത്തക്ക രീതിയിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുകയും പുതിയ കോമഡി ട്രാക്കുകൾ മലയാളിക്ക് സമ്മാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അഭിനേതാവാണ്. ഇപ്പൊ സാറ് പറയുമ്പോഴാണ് അദ്ദേഹം അഭിനയത്തെ എന്തുമാത്രം സീരിയസ് ആയി കണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകാവുന്നത്. മാളച്ചേട്ടന്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ എപ്പിസോഡിലൂടെ കേട്ടറിയാം. ഇരിക്കും സാർ. ഓർമ്മയിലെന്നും ഇപ്പൊ പറഞ്ഞ
ഈ പപ്പുമാള ജഗതി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലൂസ് ലൂസ് അരപ്പിരി ലൂസ് എന്നോ മറ്റാണ് ആ സിനിമയുടെ പേര്. അതിന്റെ സബ് ടൈറ്റിലാണ് ഇവർ മൂന്നുപേരുടെയും പേര് വെച്ചത്. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിൽ 5-6 പാട്ടുകൾ ഉണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം പാട്ടുകളും നായകനോ നായികയോ വളരെ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് പാടാറുള്ളത്. അല്ലാത്ത പാട്ടുകളും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരള പിറവി ദിനമായാൽ ഇപ്പൊ റീൽസുകളിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന പാട്ടുകളിലൊന്നാണ് സഖ്യസാനുശ്രുതി ചേർത്ത് വെച്ച മണിവീണയാണ് എന്റെ കേരളം എന്നുള്ള പാട്ട്. അതിന്റെ വിഷ്വലിൽ ഒരു സിനിമയുടെ ടൈറ്റിലിൽ അഭിനയിച്ചിരിക്കുന്നത് മാളച്ചേട്ടനാണ്. അപ്പം സാർ ഇപ്പൊ പറഞ്ഞ ഈ കാര്യം, അതായത് മാളച്ചേട്ടൻ എന്ന ഹാസ്യ കലാകാരനപ്പുറമുള്ള നടനെ സാർ ഉപയോഗിക്കുന്നതിലുള്ള സന്തോഷം അദ്ദേഹം സാറിനോട് പങ്കുവച്ചിട്ടുണ്ടോ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ? തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ 5-6 പടങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് സീരിയസ് ആയ കഥാപാത്രം കൊടുക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷം എന്നോട് പ്രകടിപ്പിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിക്ക് സീരിയസ് ആയ കഥാപാത്രം ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. ശരിയായിട്ട് ശ്രദ്ധിച്ചു കാണും. പുള്ളി ഇപ്പം കോമഡി അഭിനയിച്ചാലും പുള്ളി ശരീരം കൊണ്ട് മൊത്തം അഭിനയിക്കുന്ന ഒരാളാണ്, അല്ലാതെ ഡയലോഗ് മാത്രം ഡെലിവറി ചെയ്ത് നിൽക്കുന്ന ആളല്ല. വേറൊരു മീറ്റർ. അതെ അതെ അതെ. അപ്പൊ പുള്ളി പറയും എന്നോട് ഈ നമ്മളെ ഒരു എനിക്ക് തോന്നുന്നു 2001 ശേഷം പുള്ളി എപ്പോൾ എന്നെ ഫോൺ ചെയ്താലും വിളിക്കുന്നത് അഭിനയ ഞാൻ നീലനിലാവാണ് എന്നാണ് പറയുന്നത്. കാരണം ആ ഊമപ്പെണ്ണിലെ പാട്ടാണ്. അതും ഞാൻ അതിലേക്ക് വരുവാണ്. മാത്രമല്ല അത് സാർ എഴുതിയ പാട്ടും കൂടെയാണ്. അതെ അതെ, നീലനില. അതിന്റെ ലിറിസിസ്റ്റ് വിനയൻ സാറാണ്. നീലനിലാവേ നീ കേഴുകയാണോ എന്ന് പറയുന്ന പാട്ടിൽ ഒരു അതെ അന്ധനായ തെരുവ് ഗായകനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഈ ചാന്ദൻ എന്ന് പറയുന്ന ചന്ദൻ പുലയൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് കരുമാടിക്കുട്ടനിൽ കൊടുത്തത്. അതെ. അപ്പോൾ അതിനകത്ത് ആ സഖ്യസാനുശ്രുതി ചേർത്ത് വെച്ച മണി വീണയാണ് എൻ്റെ കേരളം. എനിക്ക് അത് ആ വള്ളത്തിലൊക്കെ നടന്ന് ഒരു ഗിഞ്ചറയും കുട്ടി പാടുന്ന പാട്ടാണ്. അത് കൂടാതെ അതിനകത്ത് കൈകൊട്ടുപെണ്ണയിലും പുള്ളിക്ക് ഞാൻ ഉണ്ട്. ആശാൻ ചേട്ടന്റെ തപ്പ് വേണമെന്ന് പറയുന്നതിലെ ആശാൻ അതെ പാട്ടിലെ ലിറിക്കിൽ ഉൾപ്പെടുത്തിയ ക്യാരക്ടറാണ് മാളച്ചേട്ടൻ ക്യാരക്ടർ. ചാന്നാനാശാൻ എന്നുള്ള ഈ കരുമാടിക്കുട്ടൻ്റെ ഏറ്റവും വലിയ കരുമാടിക്കുട്ടനെ കളിയാക്കാത്ത കരുമാടിക്കുട്ടനോട് സ്നേഹം കാണിക്കുന്ന ആ ഗ്രാമത്തിലെ ഒരാളാണ് പുള്ളി. അതുകൊണ്ട് തന്നെ അയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ പാട്ട് ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയാണ്. ഇന്നും ഒരു അനശ്വരമായ ഒരു ഗാനമായിട്ട് നമ്മൾ മാണച്ചേട്ടനെ ഓർക്കാനും ഒക്കെ ആയിട്ട് കാണും. 2001 ഊമപ്പെണ്ണിനൊരിയാടെ പയ്യൻ റിലീസായതിന് ശേഷം എപ്പോൾ വിളിച്ചാലും റെമിനിയ ഞാൻ നീലനിലാവാണ്. പുള്ളിക്ക് ആ പാട്ട് വലിയ ഇഷ്ടമായിരുന്നു. അതിൻ്റെ ലിറിക്സ് പുള്ളി ഞാൻ എഴുതാന്ന് പറഞ്ഞപ്പോൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അത് ഫീലുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്ന് മാത്രമല്ല എനിക്കിപ്പോഴും അത് ജയസൂര്യയുടെ ആദ്യ പടമായിരുന്നു. അതെ, മനസ്സിലായി. അന്നത്തെ കാലത്തൊക്കെ ജയസൂര്യ എന്ന് പറയുന്നൊരു പുതിയ നടൻ വരുമ്പോഴൊക്കെ എനിക്കിപ്പോഴും നല്ലൊരു ഓർമ്മയുണ്ട്. അതിൻ്റെ മാളച്ചേട്ടൻ എന്ന് പറയുന്ന നടനപ്പുറമുള്ള ഒരു കലാകാരൻ്റെ ഒരു സ്വഭാവം ഞാൻ പറയാം. അത് ആ സിനിമ ഊട്ടി ഷൂട്ട് ചെയ്യുമ്പോൾ ഏതോ ഒരു ഷോട്ടിൽ കാവ്യമാധവനും ജയസൂര്യയും മാളച്ചേട്ടനും ആ സോങ് സീക്വൻസ് തന്നെയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. മാനിന്റെ മിഴിയുള്ള പറഞ്ഞൊരു പാട്ടും കൂടെ ഉണ്ട്. മാളച്ചേട്ടനുള്ളതുണ്ട്. ആ പാട്ട് വന്ന് ഞാൻ എഴുതിയ പാട്ടത്. അപ്പൊ എന്നിട്ട് മാളച്ചേട്ടൻ ലൈറ്റ് പോയി. അപ്പം ജയസൂര്യയുടെ ഒരു റിയാക്ഷൻ, കാവ്യമായിട്ടുള്ള ഒരു റിയാക്ഷൻ എടുത്തു. അപ്പം അതൊക്കെയാണ്. ലൈറ്റ് പോയി. ഞാൻ പറഞ്ഞു, ക്യാമറാമാനോട് ചോദിച്ചു ഓക്കെയാണോ. അപ്പം മാളച്ചേട്ടനോട് ചോദിച്ചു, ഇവർ ഓക്കെയാണ്. അപ്പോൾ എൻ്റെ മുഖം കണ്ട പുള്ളി അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞേ, അത് ഞാൻ നിൻ്റെ മുഖം കണ്ടിട്ട് ഇത് ഓക്കെ ആകുന്നില്ല, ലൈറ്റ് പോവുകയും ചെയ്തു, എനിക്കിന്ന് പോകണം, അതല്ലേ നീ. ഞാൻ പറഞ്ഞു ചേട്ടന് പോകണം, അത് ഓക്കെയാണെങ്കിൽ നമുക്ക് അല്ല ഒരു കാര്യം ചെയ്യും, എനിക്ക് ധൃതിയില്ല, നാളെ ഞാൻ പൊക്കോളാം, ഒരു ദിവസം കൂടെ നിൽക്കാം. മാത്രമല്ല പുള്ളി പറഞ്ഞ ഇതാണ്, നീ ഒരു ചലഞ്ചാണ് എടുത്തിരിക്കുന്നത്, ജയസൂര്യ കണക്കൊരു പുതിയ പയ്യനെ നീ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അത് വിജയിക്കണമെങ്കിൽ അതിനകത്ത് യാതൊരു കോംപ്രമൈസും ചെയ്യണ്ട. അപ്പം ഉത്പലായിരുന്നു ക്യാമറാമാൻ. ഉത്പൽ പറഞ്ഞു, ചേട്ടാ അത് ഈ ലൈറ്റ് നമുക്ക് മാച്ച് ചെയ്യണമെങ്കിൽ നാളെ ഉച്ച കഴിഞ്ഞെടുക്കാം നമുക്ക് എന്ന് പറഞ്ഞു. ഓക്കെ, നാളെ ഫുള്ള് ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു പുതിയ ആളെ കൊണ്ടുവരുന്നതിൻ്റെ റിസ്ക്, അല്ലെങ്കിൽ ആ പടത്തിൻ്റെ സാധാരണ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന നായക നടന്മാരാണ് ആ പടത്തെപ്പറ്റി മൊത്തത്തിൽ. ഇത് എല്ലാ കാര്യത്തിലും പുള്ളി ഒരു പുള്ളിയുടേതായ കോൺട്രിബ്യൂഷൻ തരുന്ന ഒരാളായിരുന്നു. അല്ല, ഒരു സംവിധായകൻ അയാളുടെ സിനിമ പൂർത്തിയാക്കുന്നതിൽ ഒരു നടൻ അയാളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പൊ ഇതുപോലൊരു പുതിയ ആളെയൊക്കെ വെച്ചൊരു പടം ചെയ്യുമ്പോൾ ഇത്ര വേണമെങ്കിൽ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഡയറക്ടർ ഓക്കെ പറഞ്ഞ സ്ഥിതിക്ക്
എത്രയും പെട്ടെന്ന് അവനവന്റെ കാര്യം നോക്കി പോകാവുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലേ? അതെ അതെ, അതൊക്കെ ചെറിയ ബഡ്ജറ്റുള്ള പടങ്ങളാണ്. അപ്പം മാളച്ചേട്ടൻ അന്ന് പോകണം പറഞ്ഞു, എൻ്റെ അടുത്ത് പോകണമെന്ന് 2-3 പ്രാവശ്യം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഈ ഊമയായ പയ്യൻ്റെ ഒരു മാനസിക അവസ്ഥ ജയസൂര്യ, പക്ഷേ ആ ഷോട്ട് പിന്നെ പിറ്റേ ദിവസം എടുത്താൽ കുറച്ചുകൂടെ നന്നായി കേട്ടോ. അത് വേറൊരു കാര്യം. ഞാനതിനകത്തൊന്ന് പഠിച്ചത്, നമ്മൾ എന്ത് പ്രശ്നമുണ്ടായാലും നമ്മുടെ മനസ്സിന് 101% തൃപ്തി വരാത്തൊരു ഷോട്ട് എടുക്കാൻ പാടില്ല എന്നുകൂടി പഠിച്ചത് മാളച്ചേട്ടൻ്റെ ഇതാണ്. കാരണം പുള്ളി എൻ്റെ മുഖം കണ്ടപ്പോൾ പുള്ളിക്ക് അത് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെന്ന് തോന്നി. എന്നോട് പറഞ്ഞ് നീ അത് നിൻ്റെ രീതി വന്നിട്ടില്ല, നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ ക്യാമറാമാൻ പറഞ്ഞു നാളെ ഉച്ച കഴിഞ്ഞേ പറ്റത്തുള്ളൂ, ലൈറ്റ് അന്നേരമാണ്, ഔട്ട്ഡോർ ആണല്ലോ അവസാനം. അതെ. അപ്പോൾ അത് പറഞ്ഞ് നിൽക്കാമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ആ പടമൊക്കെ ഇപ്പം ഈ പറയുന്ന മാനിൻ്റെ മിഴിയുള്ള ആ പാട്ടെടുക്കുമ്പോഴൊക്കെ ജയസൂര്യ എന്ന് പറയുന്ന ഒരു നടനെയൊക്കെ ഈ നമ്മളിങ്ങനെ വരത്തില്ല, ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു, നന്നായിട്ടുണ്ടാ ഇവിടെ, ഇത് അസലായിട്ടുണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മനസ്സുണ്ട് പുള്ളിക്ക്. വലിയ സംഗീതത്തെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു പുള്ളിക്ക്. ഭയങ്കര പാട്ടുകളെ കുറിച്ച് പറയാനും പാട്ട് പാടാനും ഒക്കെ ഇഷ്ടമുള്ള ആളാണ്. വലിയ താളബോധമുള്ള ഒരാളാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഹ്യൂമർ ക്യാരക്ടറുകളാണ് അദ്ദേഹം ഏതോ ഒരു ഈ പ്രത്യേക രീതിയിൽ ചില നീട്ടലും കുറുക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ഞാനൊരു സിനിമ ടി വിയിൽ ഇങ്ങനെ ഒരു ദിവസം കാണുമ്പോൾ മാളച്ചേട്ടൻ വക്കീലായിട്ട് അഭിനയിക്കുകയാണ് ഒരു സിനിമയിൽ. വക്കീലായിട്ട് ഒരു കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കോടതി വാദിക്കുന്ന മാളച്ചേട്ടൻ ജഡ്ജിനോട് എന്തോ പറയുമ്പോൾ ജഡ്ജ് ഒന്നും ശ്രദ്ധിക്കില്ല. യുവർ ഓണർ എന്നിട്ട് ജഡ്ജിനോടാ പറയുന്നത്. സന്ദേശം സിനിമയില് ശ്രീനേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അളിയാ ചെയ്യുന്നത്? എനിക്ക് പറയും, ഇന്നലെ പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു, എന്നിട്ടെല്ലാം സ്റ്റഡി ചെയ്തോ വെച്ചിട്ട് ഒരു വാക്കും കൊണ്ടുപോയിട്ട് ഒരു വളവ് തിരിവുണ്ടാക്കിയിട്ട് ഒരു ഹ്യൂമർ ഉണ്ടാക്കുന്ന ഒരു രമേശ് അതിശയം എന്നുള്ളൊരു പടത്തിൽ പുള്ളി അഭിനയിച്ചത്, ഒരു ജഡ്ജി കൃഷ്ണമൂർത്തി ആയിട്ട്. ബാക്കി കോടതി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ അതിനകത്ത് ഒരു സീനുണ്ട്. പുള്ളി ഈ അന്യായമായൊരു വിധി പുറപ്പെടുവിക്കുക ജഡ്ജി. അതായത് പുള്ളിക്ക് അറിയാം അത് തെറ്റാണ് ചെയ്യുന്നത്, പക്ഷെ പുള്ളി അത് വേറെ ചില പ്രഷറിനൊക്കെ വഴങ്ങി ഈ അന്യായമായൊരു വിധി ഇരിക്കുമ്പോൾ അപ്പം അതിശയൻ പയ്യൻ ആ മേശപ്പുറത്തിരിപ്പുണ്ട്. അയാൾ ഇൻവിസിബിൾ ആണല്ലോ, അയാളെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഇവൻ ഓരോ തട്ടൊക്കെ തട്ടും. പറഞ്ഞാൽ ഇത് പുള്ളിക്ക് കൊള്ളു. അപ്പോൾ പുള്ളിയുടെ ഫീല് ഇത് അന്യായമായതുകൊണ്ട് എന്തോ ഒരു ലെവലിൽ എന്തോ പണിയാണോ എന്ന് പുള്ളിക്ക് ഡൗട്ടുണ്ട്. പുള്ളിയുടെ റിയാക്ഷൻ ഉണ്ട്. പറഞ്ഞ മനസ്സിലായി, രാമമൂർത്തി. അപ്പൊ ഈ ചില ശബ്ദശകലങ്ങളിടും, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഭയങ്കര രസമാണ്, നമ്മൾ ചിരിച്ചു പോകും. എനിക്ക് ആ ശബ്ദശകലം കിട്ടാഞ്ഞിട്ട് ഇത്ര ഉദാഹരണം പറഞ്ഞത്. പക്ഷെ അത് ഇപ്പോ ഇന്നസെന്റ് ഏട്ടൻ തൃശ്ശൂർക്കാരനാണ്, മണിച്ചേട്ടൻ തൃശ്ശൂർക്കാരനാണ്, മാളച്ചേട്ടൻ ചാലക്കുടി ഭാഗത്ത് മാളയിലാണ്. മണിച്ചേട്ടനും ഇന്നസെന്റ് ഏട്ടനും തൃശ്ശൂരിന്റെ ഒരു വലിയ സ്വാധീനം വർത്തമാനത്തിലുണ്ട് നമ്മൾ കേൾക്കുമ്പോൾ. മാളച്ചേട്ടൻ ഒരു തനി നാട്ടുമ്പുറത്തുകാരനും ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളും ആ ഗ്രാമത്തിന്റെ പേരിൽ പ്രശസ്തനായ ആളാണെങ്കിലും ഈ ശബ്ദത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഭാഷ വെച്ച് നമുക്ക് നാട് പിടിക്കാൻ പറ്റൂല. എനിക്ക് തോന്നുന്നു അതിന്റെ കാരണം കൊച്ചുനാള് തൊട്ട് നാടകത്തിൽ പോയി. നാടകത്തിൽ ഓരോ കഥാപാത്രവും, ഞാൻ പറഞ്ഞില്ലേ, പുള്ളി ചെയ്തിരിക്കുന്ന ഓരോ കഥാപാത്രവും ആ കഥാപാത്രത്തിൻ്റെതായ, ഇപ്പം തൃശ്ശൂർ സ്ലാങ് ഒരു കഥാപാത്രത്തിന് വേണമെങ്കിൽ മാളച്ചേട്ടൻ അത് ചെയ്യും. അല്ലാതെ ഒരു വാര്യരായിട്ട് പുള്ളി അഭിനയിക്കുന്നെങ്കിൽ ആ വാര്യരുടെ ടോൺ പുള്ളി കീപ്പ് ചെയ്യും. അങ്ങനെ വന്നുകൊണ്ടാണ് പുള്ളിക്ക് തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു ഭാഷയുടെ എന്താ പറയുക ഒരു പിടുത്തത്തിൽ നിന്ന് പുള്ളി രക്ഷപ്പെട്ടത്. അത് ഇപ്പം പറഞ്ഞപ്പോഴോർത്ത് ഒരുപക്ഷെ നാടകത്തിൻ്റെ ഒരു വലിയ പരിചയം അദ്ദേഹം ഈ കോമഡി ചെയ്യുമ്പോൾ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. നമ്മൾ അദ്ദേഹം സീരിയസ് ആയിട്ട് ചെയ്ത വേഷങ്ങൾ നോക്കിയാൽ എല്ലാം അത് ഒരു ഭൂതക്കണ്ണാടിയിലുണ്ട്, ഒരു പാട്ടുകാരനായിട്ടുണ്ട്. ഭൂതക്കണ്ണാടിയിലെ പാട്ട് ഭയങ്കര ഫീലല്ലേ, എന്ത് രസമാണ്. ഇപ്പം ഭൂതക്കണ്ണാടിയിലെ പാട്ടിനെ പറ്റി പറയുമ്പോൾ ആ പാട്ട് മാളച്ചേട്ടന് വേണ്ടി പാടിയത് ശ്രീധരൻ എന്ന് പേരുള്ള ഒരു പാട്ടുകാരനാണ്. ആ പാട്ടുകാരനെ സിനിമയിലേക്ക് കൊണ്ടുകൊടുത്തിട്ടുള്ളത് വിദ്യാധരൻ മാസ്റ്ററാണ്. വിദ്യാധരൻ മാസ്റ്റർ മാളച്ചേട്ടൻ്റെ ഒരു വലിയ സുഹൃത്താണ്. ഒരുപാട് നാടകവേദികളിൽ മാളച്ചേട്ടൻ ഈ അരങ്ങിന് വശത്ത് നിന്ന് തബല വായിക്കുമ്പോൾ അതിനോടൊപ്പം ഹാർമോണിയം വായിക്കുക, അന്ന് നാടകത്തിന് വേണ്ടി പാട്ടുകൾ പാടുക, ഇങ്ങനെയൊക്കെ ചെയ്ത ഒരുപാട് വേദികളിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ള പ്രതിഭാധനനായ സംഗീത സംവിധായകൻ, ഗായകൻ, ബഹുമാനപൂർവ്വം ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട വിദ്യാധരൻ മാസ്റ്റർ. മാഷേ സ്വാഗതം. വിനയൻ സാർ. വിദ്യാധരൻ മാഷ് നമസ്കാരം വീണ്ടും. വിനയൻ സാറ് പറയായിരുന്നു, വിനയൻ സാറ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകം മാളച്ചേട്ടന്റെ കണ്ടു.
നിധി എന്നാണ് നാടക ഓ പേര് പറഞ്ഞത്. ഗുരുസ്വാമിയുടെ SL പുരത്തിന്റെ SL പുരത്തിന്റെ നിധി എന്ന് പറയുന്ന നാടകമാണ്. വിനയൻ സാർ അപ്പം പഠിക്കുന്ന കാലം 75 ആണ്. അദ്ദേഹം അതിൽ തലയിട്ട് വീണുന്ന ഒരു സാധനമൊക്കെ അതെ അതെ അതെ. വാര് വാര്യര്. ഭയങ്കര ഭയങ്കര ഗംഭീര performance. അവാർഡൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ 75 വരെ എത്തിയിട്ടുണ്ട് വിനയൻ സാർ വന്നപ്പോ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെ അതിന് തൊട്ടുമ്പോ അപ്പം മാളച്ചേട്ടൻ സിനിമയിൽ എത്തിയിട്ടുണ്ടോ? ജസ്റ്റ് എത്തിയിട്ടുണ്ടാവുള്ളൂ അല്ലേ? സിനിമ ഈ അല്ല, പുള്ളി അന്ന് എന്റെ കുഞ്ഞെന്ന് ഒരു പടത്തിൽ എന്തോ 60കളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനിതൊരു 75 76 ഞാൻ അത് ഇറങ്ങിയിട്ടില്ല സിനിമ. സിനിമ ഞാൻ അത് അറിയാം. 67 മറ്റേ ആണ്. പക്ഷെ അതിൽ അദ്ദേഹം ജനകീയനായില്ല, അല്ല, ഒരു ജനകീയൻ. മുഖപരിചയമുള്ള നടനായി മാറിയിട്ടില്ല. അതെ. ആ വിദ്യാരംഗ മാസ്റ്റർ എപ്പോഴാണ് കാണുന്നത്? ഞാനൊരു 70 ശേഷം ആ നാടകങ്ങളായിട്ട് ബന്ധപ്പെടുമ്പോൾ തബല വായിക്കുന്നതും ഞാൻ ഹാർമോണിയം വായിക്കുന്നു, ഞങ്ങൾ നാടകത്തിൽ പങ്കെടുക്കുന്നു, അമേച്ചർ നാടകങ്ങളിൽ ഒരുപാട് പങ്കെടുക്കേണ്ടതായിട്ട്. പിന്നെ ഒരു പാട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടി കമ്പോസിങ്ങിന് വേണ്ടി എൻ്റെ കൂടെ പാലക്കാട് വന്നു. മാളച്ചേട്ടൻ കമ്പോസിങ്ങിന് വേണ്ടി തബല വായിക്കാൻ. ഞാൻ ഹാർമോണിയം വായിച്ചിട്ട് ഞാൻ പാട്ടുണ്ടാക്കി, പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ തബല വായിക്കാൻ കൂടി 2 ദിവസം പാലക്കാട് ഒരു വീട്ടിൽ കൂടി ഞങ്ങളൊന്ന്. എന്നിട്ട് ആ പാട്ട് ഉണ്ടാക്കുമ്പോൾ ഓരോരോ പ്ലാനിൽ ഇങ്ങനെ പാട്ട് പല്ലിയെടുത്ത് അതിൻ്റെ ഈണം നോക്കി പരിശോധിക്കുമ്പോൾ ചില താളങ്ങൾ പറയുമ്പോൾ അത് വായിക്കും. അപ്പോൾ എനിക്കുള്ള ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെ വായിച്ച് നമ്മൾ ഒരു ട്യൂണിലേക്ക് വരിക. അങ്ങനെ ഒരു പാട്ടുണ്ടാക്കാൻ 2 ദിവസം മെനക്കെട്ട് സുന്ദരമായൊരു പാട്ടുണ്ടാക്കി. ശ്രീമൂലധരം വിജയൻ എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ള എഴുത്തുകാരൻ, അദ്ദേഹമായിരുന്നു ആ പാട്ടിൻ്റെ രചയിതാവ്. അതുണ്ടാക്കി കഴിഞ്ഞ് ഈ കുട്ടിക്ക് പഠിപ്പിച്ച് ഇത് സ്റ്റേറ്റ് യൂത്ത് സോഴ്സ് ഫസ്റ്റ് കിട്ടി. ആ കുട്ടി ആ പാട്ടിന് ഫസ്റ്റ്. അത് മാളെ വായിച്ച തബല വായിച്ചതാണ്. ഈ തബല വായനക്കാരോട് പുള്ളിക്കുണ്ടായിരുന്ന ഒരു ഇഷ്ടം, അത് മ്യൂസിഷ്യന്മാരോട് പുള്ളി അതൊരു പ്രത്യേക സഹജീവികളോടുള്ള നമ്മുടെ സ്നേഹം എന്നൊക്കെ പറയുന്നതൊക്കെ. ഈ നമ്മുടെ കമ്പ്യൂട്ടർ മ്യൂസിക്കൊക്കെ വന്നിട്ട് ഇത്തരം ലൈവുകാര് പിന്നോട്ടടിച്ചൊരു സമയമുണ്ടല്ലോ, അന്ന് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത എന്നെ ഒരുപാട് വിളിച്ച് പാടിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞു. ആ പാടി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇത് ഇപ്പോ ഈ പറഞ്ഞ ഈ പാട്ടിനെ സ്നേഹിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാട്ട് ചെയ്യുന്നു, ഇപ്പൊ പാട്ട് രംഗങ്ങളിൽ അഭിനയിക്കുന്നു. ആ പാട്ടിന് കിട്ടിയത് വളരെ പിന്നീട് എനിക്ക് തോന്നുന്നു ആ പാട്ടുകൾ പിന്നീടും പല വർഷങ്ങളിൽ യൂത്ത് ഫെസ്റ്റിവലിന് ധാരാളം കുട്ടികൾ ഫേമസ് ആയിട്ട് ആ പാട്ട് എന്ന് മലങ്കുറത്തി പെണ്ണാളെ ആ പാട്ട് കുറെ നാള് യൂത്ത് ഫെസ്റ്റിവൽ ഇതില്ലാത്ത യൂത്ത് ഫെസ്റ്റിവൽ ഇല്ലായിരുന്നു റെക്കോർഡ് ചെയ്തിട്ട്. അത് മാളച്ചേട്ടനും കൂടെ അത് ഞങ്ങൾ കമ്പോസ് ചെയ്താ, ഞാൻ ഉണ്ടാക്കിയ പാട്ടാ. അതൊരു നമുക്ക് ഒരു 4 വരി വിട്ടാലോ? ഇപ്പൊ ആ പാട്ടിന്റെ വരികളും അതിന്റെ ട്യൂണൊന്നും എനിക്കിപ്പൊന്നും ഓർമ്മയില്ല, കുറെ കാലം മുമ്പല്ലേ. മലങ്കുറത്തി പെണ്ണാളെ മാണിക്ക കണ്ണാളെ മലങ്കുറത്തി പെണ്ണാളെ എന്നൊക്കെയാ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എത്ര കൊല്ലായി. നിങ്ങള് ഭയങ്കര ഉദ്ഘാടന കോമ്പിനേഷൻ ആയിരുന്നു കേട്ടിട്ടുള്ളത്. ഒരുപാട് വേദികളിൽ ഉദ്ഘാടനത്തിന് പോയിട്ട് മാളിയും ഞാനും ചേർന്ന് പല തമാശകളും. ഈ തമാശയുടെ കാര്യത്തിൽ അപ്പപ്പോൾ ഓരോന്ന് തോന്നുന്നത് പറയുന്നത് ഭയങ്കര രസമാണ്. ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പറയുന്നതല്ല, അയാൾ കയ്യിൽ നിന്ന് വരുന്ന സാധനങ്ങളെ അത്ര സരസമായിട്ട് പല തമാശകളും പറയാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സരസമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആണ് ഞാൻ. അപ്പം അങ്ങനെ വീട്ടിൽ വരിക, ഞാനങ്ങോട്ട് പോകുക, അങ്ങനെ നിരന്തരമായിട്ടുള്ള ബന്ധമായിരുന്നു. മറക്കാൻ പറ്റുന്നൊരു കഥാപാത്രമല്ല. അല്ല, അതാ പറഞ്ഞത്. ഈ മാളച്ചേട്ടനെ നമുക്ക് ഞാൻ താമൂഹത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന് കേൾക്കുമ്പോൾ നമുക്ക് നർമ്മമാണ് ഓർമ്മ വരുന്നെങ്കിലും വളരെ ഗൗരവമുള്ള, വളരെ നിലപാടുകളുള്ള ഒരു സ്റ്റാൻഡുള്ള ആളാണ് മാളച്ചേട്ടൻ എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹം മരിച്ചപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടും കണ്ടിട്ടും ഒക്കെ ഉള്ളതാണ്. പല TV ഷോകൾ, ചില അവാർഡ് നൈറ്റുകളൊക്കെ വളരെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തില്ല. അപ്പോഴൊക്കെ നമ്മൾ ഈ TV കാണുന്ന ആളും പരിചയപ്പെടുന്ന ആളും തമ്മിൽ, അല്ലെങ്കിൽ സിനിമ കാണുന്ന ആളും തമ്മിൽ ഇത്രയും വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വ്യക്തിത്വത്തിനുടമയാണ്. രമേശ് പറഞ്ഞ വാക്കിന് വലിയ പ്രസക്തിയാണ്. നിലപാടുകളുള്ള ഒരു നിലപാടുകളുള്ളൊരു കലാകാരനാണ്. അതാണ് ശരി. അത് ഈ പ്രത്യേകിച്ച് വിനയൻ സാറ് വരുമ്പോൾ ഒരു കാര്യമുള്ളത്, ഞാൻ ഇതിനിടയിൽ എപ്പോഴും ഇപ്പൊ പറഞ്ഞു, നമ്മളൊരു സംവിധായകൻ ഒരു സിനിമ ഒരുക്കുമ്പം ആ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു പിന്തുണ എന്ന് പറയുന്നത് വലിയ കാര്യം, ഒരു ഐക്യപ്പെടലാണ്. അതൊന്ന് ഒരാളുടെ അങ്ങനെ ഐക്യപ്പെട്ട് നിൽക്കുന്നത് ഒന്ന് ആ സിനിമയിലെ അയാളുടെ കഥാപാത്രം വളരെ നന്നാക്കുന്നതിനും സിനിമ നന്നാക്കുന്നതിനും വലിയ തോതിൽ ഉപയോഗിക്കും. മറ്റൊന്ന് എന്തെല്ലാം ഹാം വന്നാലും അയാളുടെ വ്യക്തിത്വം നിലനിൽക്കുന്നതിന് വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. ഞാനിപ്പോ സാറിനെ കുറിച്ച് മാളച്ചേട്ടൻ പറഞ്ഞൊരു ഓഡിയോ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാണ്. നമുക്കതൊന്ന് കേൾക്കാം. ആദ്യം വിനയൻ്റെ പടത്തിന് അഡ്വാൻസ് വാങ്ങിച്ചു. എന്നെ വിനയൻ്റെ പടത്തിൽ അഭിനയിക്കേണ്ട എന്ന് അവർ പറഞ്ഞു. അമ്മ എന്ന് പറഞ്ഞ സംഘടന പറഞ്ഞു. ഞാൻ പറഞ്ഞു അഡ്വാൻസ് വാങ്ങിച്ചു പോയി, തിരിച്ചു കൊടുക്കുന്നത് ശരിയല്ല. അല്ല, ഇവിടെ പലരും തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അവരുടെ അച്ഛനല്ലോ എൻ്റെ അച്ഛൻ, എനിക്ക് വാക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അഭിനയിക്കും. സിനിമയില്ലെങ്കിൽ ഞാൻ സീരിയലിൽ അഭിനയിക്കും.
സീരിയലിൽ നിന്ന് വിലക്കി കഴിഞ്ഞാൽ ഞാൻ നാടകത്തിൽ അഭിനയിക്കും, നാടകത്തിൽ നിന്ന് വിലക്കി കഴിഞ്ഞാൽ ഞാൻ തബല വായിക്കും. ഇനി ഇത് 4ൽ നിന്നും ഔട്ടായി കഴിഞ്ഞാൽ ഞാൻ നേരെ എൻ്റെ ഭാര്യയുടെ പഴയ സാരിയുണ്ട് അത് കൂട്ടിക്കെട്ടി തെരുവ് നാടകം നടത്തുന്നു ഞാൻ പറഞ്ഞു. അങ്ങനെ ചങ്കൂറ്റുകൊണ്ടിരിക്കുക കാര്യം. അതാണ് ഞാൻ പറഞ്ഞ നിലപാട് മാസ്റ്റർ. നിലപാടെന്ന് മാത്രമല്ല, നേരിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഞാനന്ന് 2014 തോന്നി ഇൻ്റർവ്യൂ നടന്നത് ആ ചാനലിന് വേണ്ടി. അപ്പം ഞാൻ പിന്നെ മാളച്ചേട്ടനെ വിളിച്ചു ഇത് പരിപാടി കണ്ടു കഴിഞ്ഞിട്ട്. പുള്ളിക്കാരൻ എന്നെ രമേശനോട് പറയാം, പുള്ളി താര സംഘടനയിലെ അംഗമാണ്. എൻ്റെ ചില ഇഷ്യൂസൊക്കെ ഉണ്ടായി. നമ്മളെ വിളിച്ചിട്ട് ആ സമയം തൊട്ട് നമ്മളെ ഇടയ്ക്കൊക്കെ വിളിച്ചിട്ട്, എടാ നീ ചില നിലപാടുകളുടെ പേരിലല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ള മാളച്ചൻ്റെ വാക്കുകൾ ഞാൻ ഇന്നും ഓർക്കുന്നതാണ് വിദ്യാരം മാസ്റ്റർ. ചില നിലപാടുകളുടെ പേരിലല്ലേ താനാരെയും എങ്കിലും അടിച്ചിട്ടോ ആരെങ്കിലും കയറി പിടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ വെട്ടിച്ചിട്ടോ തനിക്ക് സിനിമ ചെയ്യാൻ വേണ്ടിയൊന്നും അല്ലല്ലോ. താൻ നിൽക്കുന്ന സംഘടനയുടെ ചില നിലപാട് താൻ എടുത്തു, അത് അപ്പുറത്തുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഫൈറ്റ് ചെയ്യണം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. യക്ഷിയും ഞാനും എന്നുള്ള ചിത്രത്തിൽ പുള്ളി അഡ്വാൻസ് മേടിച്ചതിൻ്റെ പേര് ഒത്തിരി പീഡിപ്പിക്കപ്പെട്ടു. പുള്ളി 3-4 പടം പോവുകയും ചെയ്തു. എനിക്കറിയാം. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. മാളച്ചേട്ടനെ എൻ്റെ കാര്യം രമേശ് വിളിച്ചപ്പം ഞാൻ ഇത്തരം പരിപാടിക്കൊന്നും ചില പോവാറില്ല രമേശ് എന്ന് പറഞ്ഞെങ്കിലും മാളച്ചേട്ടൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഓർമ്മയിലുണ്ടല്ലോ. ചിലപ്പോൾ മാളച്ചേട്ടൻ ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കില്ലേ. അപ്പം നമുക്ക് വിശ്വസിക്കാം. അതാണ് ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം വിനയൻ സാറ് വന്നതിനകത്ത് ഈ ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഒരു വലിയ നല്ല സമയത്ത് വളരെ എത്ര പേര് കൂടെ ഉണ്ടെന്നുള്ളതിന് വളരെ ബൈബിളോട്ട് പറയുന്ന കാര്യമൊക്കെയാണ്. ആണെങ്കിലും ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നിലപാടിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ഒരു കാര്യമാണ്. അതിൽ നിന്നിട്ടുള്ള ഒരാളാണ് മാളച്ചേട്ടൻ. തീർച്ചയായിട്ടും മാളച്ചേട്ടൻ അന്നും ഈ ഇത് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ മാളച്ചേട്ടൻ സിനിമകളുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ അവിഭാജ്യമാണ് എന്ന് അങ്ങനെ ആ ലെവലിൽ സിനിമയിൽ അദ്ദേഹം എത്താത്തൊരു സമയത്ത് പോലും അദ്ദേഹം ഈ നിലപാട് പോയാ പോട്ടെ എന്നുള്ള രീതിയിൽ നിന്നിട്ടുണ്ട്. അതെ, ഇപ്പോൾ ഈ സമയത്ത് പുള്ളി അങ്ങനെ അവിഭാജ്യ ഘടകം അല്ലല്ലോ. പുള്ളിക്ക് സിനിമ നഷ്ടപ്പെട്ട അത്ര വലിയ തിരക്കുള്ള സമയമല്ല ഈ 2010 എന്നൊക്കെ പറയുന്നത്. അതിനു മുമ്പ് മാളച്ചേട്ടന് വേണ്ടി കാറുകൾ വെയിറ്റ് ചെയ്ത് നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ടൈറ്റിൽ കണ്ടാൽ അതെ, ഈ സമയത്ത് ഒരു സമയത്ത് അവിഭാജ്യ ഘടകം. കാരണം എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമയിൽ മാളച്ചേട്ടന്റെ ഇൻട്രൊഡക്ഷന് മുമ്പ് ശബ്ദം കേൾക്കാം, എന്തോ വേറൊരാളെ എന്തോ ഇരട്ടപ്പേര് വിളിക്കുന്ന ഒളിഞ്ഞു നിന്നിട്ട് ഒളാച്ചി അങ്ങനെ എന്തോ വിളിക്കും. അങ്ങനെ വിളിക്കുന്ന മാളച്ചേട്ടന്റെ ശബ്ദം കേട്ടപ്പോ തിയേറ്ററിൽ കയ്യടി ഉണ്ടത് കണ്ടിട്ടുണ്ട്. മാളുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഉറപ്പാ. അങ്ങനെ സമയം ഉണ്ടായിരുന്നു. മാളച്ചേട്ടൻ, പപ്പുവേട്ടൻ, ജഗതി അല്ലേ, എന്താ ഇതായിരുന്നു. ഒരു മനുഷ്യന് അയാൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ നഷ്ടമുണ്ടാകും, അയാൾക്ക് ചില പ്രശ്നങ്ങളുണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്ന് പറഞ്ഞു, വിനയൻ്റെ ഭാഗത്ത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ അതുകൊണ്ട് വിനയൻ്റെ പടത്തിൽ അഭിനയിക്കും. അന്ന് ആ സമയത്തൊക്കെ അഡ്വാൻസ് മേടിച്ച ചില നടന്മാരൊക്കെ തിരിച്ചു വന്നു, അഡ്വാൻസ് അഭിനയിക്കും എന്ന് പുള്ളി ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷേ ഈ 2017 എൻ്റെ അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് മുഴുവൻ പറയുന്നത് എൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ, ഞാൻ കൊണ്ടുവന്ന പിള്ളേർ പോലും എൻ്റെ കൂടെ നിൽക്കാത്ത ഒരവസ്ഥയിൽ എനിക്ക് അത്ര വലിയ ബന്ധമില്ലാത്ത 5, 6, 7 പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ വിഷമിക്കണ്ട, രാവിലെയും വൈകിട്ടുമൊക്കെ ഫോൺ ചെയ്തിട്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. ഇനി കൂടെ നിന്നതുകൊണ്ട് ദൂരവ്യാപകമായ വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ബോധ്യമുണ്ട്. ദോഷമേ ഉണ്ടാകത്തുള്ളൂ. ദോഷം ഉണ്ടായില്ല, പുള്ളിക്ക് 4-5 പടം പോയല്ലോ. അപ്പം നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ്, നിന്റെ ഭാഗത്ത്. ഞാനാണെങ്കിൽ മാസ്റ്റർ ആലോചിക്കേണ്ടത് 4 ഭാഗത്തുനിന്നും മലയാള സിനിമയിലെ മുഴുവൻ സൂപ്പർ താരങ്ങളും അല്ലെങ്കിൽ അത് കണക്കുള്ളവരും ഒക്കെ പറയുന്നു വിനയൻ തെറ്റാണ്. ജനം പറയുന്നത് കേട്ടിട്ട് അവർ പറഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നതാണ് വിലക്കെടുക്കുക. എന്തൊക്കെ പറഞ്ഞ സമയത്ത് പറയുകയാണ്, അതല്ല വിനയൻ പറയുന്നത് തെറ്റ്, ന്യായമുണ്ടെന്ന് പറയുന്ന ഒരു അവസ്ഥ. പക്ഷേ എനിക്ക് വലിയ വിഷമം 2017 ഞാനത് എനിക്ക് തെളിയിക്കാൻ വേറെ മേഖലയൊന്നും ഇല്ലായിരുന്നല്ലോ, സ്ഥലമൊന്നും ഇല്ലായിരുന്നല്ലോ രമേശ്. അതുകൊണ്ടാണ് ഞാൻ കോടതി പോയത്. മനസ്സിലായോ? അതെ. അങ്ങനെ ഞാൻ കോടതിയിൽ പോയി. എനിക്ക് വിധി വന്ന സമയത്ത് പുള്ളി മരിച്ചു പോയില്ലേ, പുള്ളി 2017 മരിച്ചുപോയി. അല്ലെ പുള്ളി വലിയ ഒരു ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചേനെ, എടാ ഞാൻ പറഞ്ഞില്ലേടാ എന്നൊക്കെ ചിരിച്ചേനെ. അങ്ങനെ ഞാനൊരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ കൂടി മാളച്ചേട്ടനെ ഈ നിലപാടുകൾ, പ്രത്യേകിച്ച് രമേശിന് അറിയാമല്ലോ, നമ്മുടെ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കൾച്ചർ, കുറച്ച് മുഖസ്തുതിയുടെ ഒരു മേഖലയാണ്. മാളച്ചേട്ടനൊക്കെ ഓവറായിട്ട് ഒരാളെ സുഖിപ്പിക്കാൻ, അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പുള്ളി വലിയ ഫിഗറായിട്ടോ അല്ലെ മലയാള സിനിമയിലെ മറ്റ് നായക സങ്കല്പങ്ങളെ കണക്കുള്ള ഒരു വ്യക്തിത്വമായിട്ടോ ഒന്നും പറയുന്നില്ലെങ്കിലും
പുള്ളിയുടെ ഉള്ളിലുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത് അന്തസ്സുള്ള, നമ്മൾ പറയത്തില്ലേ, നല്ല നല്ല നിലപാടുള്ള ഒരാളായിരുന്നു. ആ, മാളച്ചേട്ടന്റെ ഒരു കരിയോഗ്രാഫ് എടുക്കുമ്പം മുള്ളാണി പപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം, മീശമാധവൻ എന്ന ചിത്രത്തിലെ കഥാപാത്രം വളരെ വലിയൊരു ഗംഭീര കഥാപാത്രമാണ്. ആ ചിത്രം അദ്ദേഹത്തിന് നൽകിയ സംവിധായകൻ ലാൽ ജോസ് സാർ ഇപ്പോൾ അദ്ദേഹത്തെ ഒന്ന് ആലോചിക്കും. ചെറുപ്പം മുതൽ സിനിമ കാണുമ്പോൾ ഏറ്റവും അധികം ചിരിപ്പിച്ചിട്ടുള്ള, നമുക്ക് ഏറ്റവും അധികം ഇഷ്ടം തോന്നിയിട്ടുള്ള ആക്ടറായിരുന്നു മാളച്ചേട്ടൻ. പിന്നെ എൻ്റെ സിനിമകളിൽ കുറച്ചധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വളരെ അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിൻ്റെ ഒരു സെക്കൻഡ് ഫേസിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങൾ, മുള്ളാണിപ്പപ്പൻ, മീശമാധവനിലെ മുള്ളാണിപ്പപ്പൻ. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴുമുള്ള ഒരു സങ്കടം, അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഡയബറ്റീസ് കൂടിയിട്ട് കാലിനടിയിൽ ഭയങ്കര സോഫ്റ്റ് ആവുക എന്ന് പറയുന്ന ഒരു പ്രശ്നം വരും ഷുഗർ ഉള്ള ആൾക്കാർക്ക്. അപ്പോൾ അദ്ദേഹത്തിന് നടക്കുമ്പോൾ ചെറിയ സംശയം ഉണ്ടാവും. ഈ കാലിനടിയിലുള്ള സ്പർശനം കുറയും. അങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ കാലെടുത്ത് വെച്ച് പ്രത്യേക രീതിയിൽ നടക്കുമ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികൾ മുള്ളാണിപ്പപ്പ എന്ന് വിളിക്കുമായിരുന്നു. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന, ഏറ്റവും പ്രസിദ്ധി കൊടുത്ത കഥാപാത്രം തന്നെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഇറിറ്റേറ്റ് ചെയ്തിരുന്നു എന്ന് മകൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അദ്ദേഹം നേരത്തെ പോയി, അത്രയധികം പ്രായമൊന്നുമില്ലായിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ. ഒരുപാട് കഥാപാത്രങ്ങൾ, മീശമാധവനിലെ മുള്ളാണിപ്പപ്പൻ, ചാന്തൂട്ടിലെ കഥാപാത്രം, പട്ടാളത്തിലെ എക്സ് മിലിറ്ററിക്കാരൻ ക്യാരക്ടർ, ഒരുപാട് ഓർമ്മകളുണ്ട്. അദ്ദേഹമായിട്ടുള്ള സെറ്റിലും വളരെ അടുപ്പമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള അമ്പലത്തിൽ ഒരു പ്രത്യേക വഴിപാട് നടത്താൻ എന്നോടും കൂടെ ചെല്ലണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കൊണ്ടുപോയി അമ്പലത്തിൽ വഴിപാടൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്. വലിയ സ്നേഹമായിരുന്നു. ഇപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു താളബോധത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. എനിക്കൊന്ന് അമ്പലമില്ലാതെ ആൽത്തറയിൽ നിന്നുള്ള വിദ്യാരമാഷ പാട്ടില്, പാദമുദ്രയിലെ പാട്ടില് മുഖർശംഖ് വായിക്കുന്നത് മളയ. അതല്ല, ലാല് പാടിയിട്ട് ഈ കാവടി എടുത്ത് ഊര് തട്ടി പോകുന്നൊരു സീനുണ്ട് അതില്. പഴനിക്ക് പോകുന്ന ആൾക്കാര് ഭിക്ഷയച്ച് ആരുമില്ല, അഗതി എനിക്കൊരു അങ്ങനെ ഒരു വരികളല്ലേ ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ, നീ അറിഞ്ഞോ മേലെ മാനത്ത്. ലാലേട്ടന്റെ കൂട്ടത്തില് കണ്ടറിഞ്ഞു എന്ന് പറഞ്ഞ പടത്തില് ഈ ലാലേട്ടനും പുള്ളിയും കൂടെ അഴിഞ്ഞാടുകയാണ്. നീ അറിഞ്ഞോ മേലെ മാനത്ത് എന്ന് പറഞ്ഞൊരു പാട്ട് കണ്ടാല് ഇത് ഈ സീൻ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഈ കാവടി എടുത്ത് ഊര് തണ്ടി പോകുന്ന ഒരു സീനുണ്ട് അതില്. അപ്പൊ 8-10 ആൾക്കാർ ഇങ്ങനെ വന്ന് കാവടി എടുത്ത്, ആരുമില്ല അഗതി എനിക്കൊരു ആധിയും മഹാവ്യാധിയും, ദൂരെ നിൽക്കുവതിനൊരൗഷധം ഇല്ല നീ ഒഴിഞ്ഞാരുമേ, അർഹരോ അർഹര പൂ ശംഖ്. അപ്പൊ നായകൾ ഓരിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കുക. ഈ ശംഖ് വിളിക്കുന്ന മാളയാ, ശംഖ് വിളിക്കുന്ന മാളയാ. ആ ഗ്യാപ്പില് ഹരഹരോ ഹരഹര എന്ന് പറയുമ്പോ ശംഖ്. ഈ മോഹൻലാൽ പാടിയിട്ട് ഇങ്ങനെ ഈ പാട്ട് പാടി ഇങ്ങനെ വീടാന്നേരം ഭിക്ഷ അയച്ചു നടക്കുക ആ സീൻ. ഈ മുഖർശംഖ് വായന ആ പാട്ടിൽ തന്നെ ഒളിസേവ ചെയ്തു മുക്കണ്ണൻ എന്ന് പറയുമ്പോൾ ഒരു നോട്ടമുണ്ട്, ഒരു അർത്ഥം വെച്ചിട്ടുള്ളൊരു നോട്ടം ഒരു പാട്ടിനകത്തൊരു അവിടെ എന്ത് പാട്ട് പാടി അഭിനയിക്കുന്നതും ലാല് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതില് ഈ ഇരിക്കുന്ന ടീമില് ഭജന സംഘത്തിലിരിക്കുന്നതിൽ ഒരു പങ്കാളി മാളയാ. അതെ. അതിൽ ചില നോട്ടങ്ങളും ഈ ചില അർത്ഥഭാഗങ്ങൾ വരുന്ന സമയത്ത് വരികൾ കേൾക്കുമ്പോഴേ അതിനനുസരിച്ചുള്ള ചില ഭാവങ്ങളൊക്കെ മാളയുടെ മുഖത്തപ്പോ വരും. ഉണ്ട്. ആ പാട്ടിന്റെ ലിറിക്കിന്റെ പല എക്സ്പ്രഷൻസും ആ പാട്ടില് അദ്ദേഹം ചെയ്തിട്ടാണ്. ആ സീൻ കാണുമ്പോൾ മനസ്സിലാവും അതിമനോഹരമായിട്ട്. പിന്നെ മ്യൂസിക് നിറച്ചുള്ള ആളാദ്യമായി നല്ല പാട്ടുകളൊക്കെ തിരിച്ചറിയും. നല്ല മെലഡി കേട്ടാൽ പിന്നെയും പാടിക്കും. അത് എന്നെ എത്ര പ്രാവശ്യം വിളിച്ചു ഓരോ പാട്ട് പാടിച്ചിട്ടെന്ന് പറയാം. പലരും പാടി കേട്ട മാതിരിയല്ല, നീ പാടുമ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് എന്നോട് അടുത്ത് വന്നിരുന്ന ഇങ്ങനെ ഒരുപാട് പാടിക്കും. ഈ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ചില നടന്മാരോടൊക്കെ സംസാരിച്ചപ്പോൾ ജഗദീഷ് ചേട്ടനോ ആരാണ് പറഞ്ഞത്, ജഗദീഷ് ചേട്ടൻ ഇപ്പൊ ഗൗരവമുള്ള വേഷങ്ങൾ കിട്ടാണല്ലോ. അപ്പൊ പറഞ്ഞു പുതിയ സംവിധായകർ വന്നപ്പോ അവരാണ് നമുക്ക് ഗൗരവമുള്ള വേഷങ്ങൾ തന്നു തുടങ്ങിയെന്ന്. ഒരു പക്ഷേ മാളച്ചേട്ടന്റെ ഒരു കരിയറിൽ വരുന്ന പുതിയ സംവിധായകരിൽ പെട്ട ആളാണ് വിനയൻ സാറൊക്കെ. അന്നത്തെ
ഏറ്റവും പുതിയ ഏറ്റവും ധൈര്യം സിനിമയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പലരെയും പല രീതിയിൽ കാസ്റ്റ് ചെയ്യാമെന്നും പലരെയും പലതരത്തിൽ ഉപയോഗിക്കാമെന്നും തെളിയിച്ചുകൊണ്ട് സിനിമ ചെയ്തു വന്നവരാണ് ഇവരെല്ലാം. അപ്പം ഈ മാളച്ചേട്ടന്റെ ഇതിപ്പം വിനയൻ സാർ തന്നെ പറഞ്ഞു, അദ്ദേഹം ഈ പ്രതിസന്ധികളിലൊക്കെ വളരെ കാര്യമായിട്ട് കൂടെ നിൽക്കുന്നു, ഒപ്പം നിൽക്കുന്നു എന്നുള്ളത്. അതൊരു പക്ഷേ വിനയൻ സാറിനോട് മാത്രമായിട്ടുള്ളൊരു സ്വഭാവമായിരിക്കില്ല കേട്ടോ, അത് അദ്ദേഹത്തിന്റെ ഒരു കോമൺ നിലപാടാണ്. പുള്ളി നമ്മുടെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്നുള്ള പടം ഞാൻ മണിയെ വെച്ച് ചെയ്തു. അപ്പോൾ അന്ന് മണിയൊരു വെറും കോമഡിയനായിരുന്നല്ലോ. ആ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ മാളച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട്, അതാണ് ഒരു കലാകാരൻ്റെ ഒരു അതിനോടുള്ള ഇഷ്ടം. എടാ ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് താടാ മോനെ, എടാ ഞാൻ കലക്കും. ഞാൻ സത്യമായിട്ട് എനിക്ക് ഇപ്പോഴും ആ വാക്ക് എനിക്ക് ആലോചിക്കുന്നുണ്ട്. കാരണം മണിയെ പുള്ളി അങ്ങ് വാനോളം പുകഴ്ത്തുവാണ്. അതിനൊപ്പം പുള്ളിയുടെ ഒരു ആഗ്രഹം ആ പുള്ളി ശരിയായിരിക്കാൻ ചിലപ്പോൾ കേട്ടോ. എനിക്ക് അത്ര ഒരു ക്യാരക്ടർ പുള്ളിക്ക് ഒരു ഹീറോ ആയി കൊടുക്കാനൊന്നും പറ്റിയില്ല. ചിലപ്പോൾ നമ്മളെ കരയിക്കുന്ന രീതിയിൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു പുള്ളി. ഇത് പറ്റിയില്ലെന്ന് പറയുമ്പോൾ ഇത് എന്റെ വാലും തലയിൽ ഒരു വ്യവസായം കിടക്കുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ സംവിധായകനായാലും ശരി, എഴുത്തുകാരനായാലും ശരി, അതിൽ കൂടെ നിന്നേ പറ്റൂ. അതില് അല്ല നേരത്തെ പറഞ്ഞ അസാധ്യ ധൈര്യം അന്ന് കാണിച്ചത്. അന്ന് നമ്മള് മണി എന്നൊരു അത്ര വലിയ വ്യവസായ വാല്യുള്ള ആളല്ല ഹീറോ ആയിട്ടല്ല, കോമഡിയനായിട്ട് മാത്രം നിൽക്കുകയാണ്. അപ്പം അതാണ് പുള്ളി അന്ന് പറഞ്ഞത്. എന്ന് മാത്രമല്ല, അന്നൊരു വലിയ സംഭവം ഉണ്ടായത്, സത്യത്തിൽ അന്ന് നമ്മുടെ ഇന്ദ്രൻസി ചെയ്ത വേഷം ആ ചായക്കടയിലൊരു കാലിച്ചടന്തി ചായ അടിക്കുന്ന മാളച്ചേട്ടനെ ആലോചിച്ച. പക്ഷെ മാളച്ചേട്ടൻ്റെ ഒരു ഫിഗർ വലുതാണ്, നമുക്കൊരു കൊച്ച് ആള് വേണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ദ്രൻസിനെ ഇട്ടത്. ഞാൻ പറഞ്ഞു വന്നത്, മാളച്ചേട്ടന് അത്തരം ക്യാരക്ടറൊക്കെ നമ്മൾ അത്തരം ഒരു മുഴുനീള ക്യാരക്ടർ സീരിയസ് മാളച്ചേട്ടന് കിട്ടിയിട്ടില്ല എന്നെനിക്ക് കിട്ടിയിട്ടില്ല. സീരിയസ് മുഴുനീളയില്ല. ഇല്ല. ഞാൻ ഒരു ഹീറോ, മണി ഹീറോ ആയിരുന്നല്ലോ വാസന്തി ലക്ഷ്മിയിൽ. ഞാൻ ഈ വാര്യരെ നിധിയിലെ വാര്യരെ ആലോചിച്ചോ പറയുകയാണ്, ഒരു മുഴുനീള നാടകത്തിൽ നമ്മളെ അതിശയിപ്പിച്ച അഭിനയം കാഴ്ചവെച്ച ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയും, ഇപ്പം പിഷാരടി പറഞ്ഞല്ലോ ജനം എങ്ങനെ ആഘോഷിക്കുന്നു. മാളച്ചേട്ടൻ്റെ ആ കാലഘട്ടത്തിൽ മാളച്ചേട്ടൻ്റെ അഭിനയവും മാളച്ചേട്ടനെ അറിയാവുന്നവരും തീർച്ചയായിട്ടും ആഘോഷിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ. തീർച്ചയായിട്ടും വലിയ ആഘോഷം. അതുപോലെ മിമിക്രി ആർട്ടിസ്റ്റുകൾ അനുകരിക്കുന്ന, ഞാൻ സ്റ്റേജിൽ കണ്ട് തലയെ കെട്ടൊക്കെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വരുമ്പോ തന്നെ ആളുകൾ എത്രയോ സ്റ്റേജുകളിൽ വലുതായിട്ട് കൈയടിക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലേ. ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാന്നുള്ളത് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങേരെ വലുപ്പം എന്താ, അതല്ലേ ജനങ്ങളത് സ്വീകരിക്കുന്നത്. ഒരു മിമിക്രിക്കാരത് ചെയ്യണ്ടേ. അതെ അതെ. അപ്പൊ അത്രയും ആള് ഉള്ളിൽ കയറിയിട്ട് ആൾക്കാരുടെ. മാളച്ചേട്ടന്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയിൽ നമ്മൾ സിനിമയെ കുറിച്ച് പറഞ്ഞു, നിലപാടുകളെ കുറിച്ച് പറഞ്ഞു. തുടക്കത്തിൽ എവിടെയോ നമ്മൾ നാടകങ്ങളെ കുറിച്ചൊന്ന് ജസ്റ്റ് പരാമർശിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പൊ ഇതിനൊക്കെ മുമ്പ് നാടോടി നൃത്തത്തിന് പാട്ട് കമ്പോസ് ചെയ്തതും പറഞ്ഞു. അപ്പോ ആ പാട്ട്, അല്ലെങ്കിൽ വിദ്യാരംഭ മാസ്റ്റർ ഏറ്റവും ഹിറ്റ് പാട്ടുകളിൽ ഒന്നായിട്ടുള്ള കൽപ്പാന്ത കാലത്തോളത്തിന്റെ രചന നിർവഹിച്ചത് ശ്രീമൂലനഗരം വിജയമാഷല്ലേ. നമ്മളോടൊപ്പം ഈ പങ്ക്തിയിലേക്ക് ഇനി വന്നു ചേരുന്നത് മാളച്ചേട്ടന്റെ സന്തത സഹചാരിയായ സുഹൃത്തായ, നാടകരംഗത്തും ഒരുപാട് മാളച്ചേട്ടനോടൊപ്പം സഹയാത്രികനായിട്ടുള്ള ഒരാളാണ്. ബഹുമാനപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ശ്രീമൂലനഗരം മോഹനൻ സാർ. നമസ്കാരം. നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം. മാളച്ചേട്ടനുമായിട്ട് ഏത് കാലത്താണ് സൗഹൃദം തുടങ്ങുന്നത്? 68-69 കാലത്ത്. 68-69 തുടങ്ങി. അതെ അതെ. ഏതാണ്ട് ഒരു 50-54 മേലായല്ലോ വർഷങ്ങൾ. അതെ. അദ്ദേഹം ഒരു നാടകം അവതരിപ്പിക്കാനായിട്ട് മഞ്ഞപ്ര വരികയാണ്. ആ നാടകത്തിന്റെ പേര് സെക്കൻഡ് ബെൽ എന്നായിരുന്നു. സെക്കൻഡ് ബെൽ. SP പിള്ള, കൊട്ടാരക്കര ശ്രീനായർ, പങ്കജവല്ലി, വാണക്കുറ്റി, ഇങ്ങനെയുള്ള ആളുകൾ ചേർന്നാണ് അദ്ദേഹം നാടകം അഭിനയിക്കുന്നത്. അടൂർ പങ്കജം ഉണ്ടായിരുന്നു, എനിക്കൊരു ഓർമ്മയുണ്ട്. ഒരു ചെറിയൊരു റോളാണ് അഭിനയിച്ചിരുന്നത്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനന്ന് സിനിരമ എന്ന് പറഞ്ഞൊരു പത്രത്തിന്റെ ലേഖകനായിട്ട് നാടക റിവ്യൂ ചെയ്യാൻ അവിടെ ചെല്ലുകയാണ്. അവിടെ നാടക റിവ്യൂ ഒക്കെ ഉണ്ടോ അന്ന്? അതിലാണ് ജനയോഗം സിനിമ അങ്ങനെ അതിലാണ് തുടങ്ങിയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരെ പരിചയപ്പെട്ടു. മാളാരെ ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ഷെയ്ക്ക് ഹാൻഡ് വന്നപ്പോൾ ഇങ്ങനെ തന്നിട്ട് പുള്ളി ഇങ്ങനെ എൻ്റെ ഉള്ളംകൈയിൽ ഒരു വിരലുണ്ട്, ഇങ്ങനെ ചൊറിയാണ് ഇങ്ങനെ. ഞാൻ പെട്ടെന്ന് കൈകിനെ പിന്നെ മരിച്ചു. ഇയാളെന്തൊരു പ്രത്യേകതയുള്ള ആളാണല്ലോ എന്ന് എനിക്ക് അപ്പം തന്നെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് നാടകം കഴിച്ച് ഗംഭീരമായിരുന്നു. നാടകത്തിൽ കോമഡി വേഷമായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ പരിചയപ്പെട്ടു. പിന്നെ എൻ്റെ അഡ്രസ്സ് മേടിച്ചു. ഞാൻ റിവ്യൂ എഴുതാൻ പോയ ആയതുകൊണ്ട് മേടിച്ചാൽ എനിക്ക് തോന്നുന്നു നന്നായിട്ടൊക്കെ എഴുതണമെന്ന് പറയാൻ വേണ്ടിയായിരിക്കും എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, നാടകത്തിൽ
എങ്ങനെയായിരുന്നു എൻ്റെ അഭിനയം, ആ നാടകത്തെ പറ്റിയുള്ള മൊത്തം അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കത്ത് വന്നു. ഒരു ഇല്ലൻ്റെ അന്ന് ടി കെ രവീന്ദ്രാക്ഷൻ എന്നാണ്, മാള രവീന്ദ്രനാഥില്ല, ടി കെ രവീന്ദ്രാക്ഷൻ. ആ അഡ്രസ്സിൽ എനിക്ക് മാളത്തൊരു അഡ്രസ്സൊക്കെ വെച്ചിട്ട് കത്ത് വെച്ച് മറുപടി ഞാൻ അയച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ നാടക നിരൂപണം അങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം നാഷണൽ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ട്രൂപ്പിലേക്ക് വേണം, കോട്ടയം. ആ നാടകത്തിൻ്റെ പേര് യാത്ര എന്നായിരുന്നു. അത് അവതരിപ്പിക്കാൻ വന്നപ്പോൾ കൊട്ടാരക്കര ശ്രീനാരായണ അല്ല മെയിനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നു. പിന്നെ അങ്ങനെ ആ കാലഘട്ടത്തിൽ അങ്ങനെയായിട്ട് പരിചയപ്പെട്ട് ആ സൗഹൃദം ഇങ്ങനെ പുതുക്കി. ആ കാലഘട്ടത്തിലാണ് കാലടി ഗോപി നാടകശാല എന്നൊരു സമിതി പെരുമ്പാവൂർ കേന്ദ്രമാക്കി തുടങ്ങുന്നത്. ആ നാടകത്തിൽ അഭിനയിച്ചിരുന്നവർ കുതിരവട്ടം പപ്പു, മാള രവീന്ദ്രൻ, അതുപോലെ കുട്ടിയടത്തി വിലാസിനി, നെല്ലിക്കോട് ഭാസ്കരൻ, MS നമ്പൂരി, ബാബു എൻ നമ്പൂരി, ഇവരൊക്കെ ആ നാടകത്തിലാണ്. ബാബു എൻ നമ്പൂരി ആ നാടക സമിതിയുടെ ഒരു പാർട്ണറും കൂടിയായിരുന്നു. അപ്പൊ അതിൽ എന്നെ ബാബു എൻ നമ്പൂരി നമ്മുടെ ആക്ടർ ഡെന്നിസ് ജോസഫ് സാറിന്റെ എപ്പിസോഡിന് ഇവിടെ വന്നിരുന്നു. അപ്പൊ അങ്ങനെ ആ ട്രൂപ്പായിരുന്നു. അപ്പൊ അതിലൊരു ചെറിയ വേഷം അഭിനയിക്കാനായിട്ട് എനിക്ക് ഒരു ഗോപി എന്നെ വിളിച്ചത്. കാരണം അതിനു മുമ്പ് അവരുടെ ഒരു നാടകത്തിന് പ്രോമിറ്റ് ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ടോണിലെ ആക്ടേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നുള്ളതിൽ അവൻ അഭിനയിക്കായിരിക്കും എന്ന് പറഞ്ഞ ഒരു പരീക്ഷണത്തിന് വിളിച്ചതാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അഭിനയിച്ചു. മാളയൊക്കെ ആയിട്ട് വലിയ സൗഹൃദം അവിടെ എന്താ പറയുക എസ്റ്റാബ്ലിഷ് ആവാണ്. അങ്ങനെ ആ നാടകം കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ കുറേ നാടകങ്ങളും അഭിനയിച്ചു. ആ നാടകത്തിൽ അഭിനയിക്കുന്ന കാലത്ത് അദ്ദേഹം എപ്പോഴും എൻ്റെ വീട്ടിൽ വരും. അന്ന് ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലഘട്ടം കൂടെയാണ് ഞങ്ങൾക്ക് രണ്ടു കൂട്ടർക്ക് ഒരു അഷ്ടിമുഷ്ടിയൊക്കെ കഴിഞ്ഞു പോണ കാലഘട്ടത്തിൽ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി 4 ഷർട്ടാണ്, 2 ഷർട്ട് അവർ, 2 ഷർട്ട് എനിക്ക്. അപ്പോൾ ഞങ്ങൾ ഈ ഷർട്ടൊക്കെ ഒരുപാടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് കൂടി എക്സ്ചേഞ്ച് ചെയ്യും. ഓരോ ആഴ്ചയിൽ നാടകത്തിൽ ചെല്ലുമ്പോൾ 2 ഷർട്ട് അവൻ്റെ ഷർട്ട് എനിക്ക് തരും. ഒരു ട്രൂപ്പിലല്ല നിങ്ങൾ ഒരു ട്രൂപ്പിൽ നാടകശാല അഭിനയിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ തരും. അപ്പോൾ അങ്ങനെ അപ്പോൾ അവനോട് ഒരു കാര്യം പറഞ്ഞു, നീ ചെരുപ്പ് മാത്രം മാറി തരാനായിട്ട് പറയരുതിട്ട് ബാക്കി എല്ലാ സാധനവും എനിക്ക് വേണ്ടി മാറി തരായിരുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞ് നാടകശാല ഇരിക്കുന്ന കാലത്ത് വല്ലപ്പോഴൊക്കെ നാടകമുള്ളൂ. അന്ന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അന്ന് ഈ 6ാമത്തെ നാടകം അദ്ദേഹത്തിനൊക്കെ അറിയാം, അദ്ദേഹം നാടകമായിട്ട് ബന്ധപ്പെട്ട ആളാണല്ലോ. 6ാമത്തെ നാടകം ആർട്ടിസ്റ്റുകൾ ഫ്രീ ആയിട്ട് കളിച്ചു കൊടുക്കണം ഉടമസ്ഥന്. അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ചിലയിടത്തൊക്കെ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉടമസ്ഥനല്ല, നമ്മൾ ഞങ്ങളുടെ ട്രൂപ്പിനൊക്കെ പണ്ട് പ്രോഗ്രാം ഏജൻസിക്ക് ഒരു ഏജൻസി നമുക്ക് 10 ഷോ തന്നാൽ ഒരു ഷോ നമ്മൾ ഫ്രീ കൊടുക്കണം. അതിന്റെ ഫുൾ പൈസ പറയുന്ന മാതിരി നാടകത്തിനുണ്ട്. അത് ഉണ്ടായിരുന്നു. നാടക മുതലാളിക്ക് 5 കഴിഞ്ഞാൽ ഫ്രീ, 6ാമത്തെ എല്ലാവരും അഭിനയിക്കണം. ഈ മാള രവീന്ദ്രൻ അന്ന് 30 രൂപയാണ് റിമക്ഷൻ കൊടുത്തിരുന്നത്. വീട്ടിലൊക്കെ ദാരിദ്ര്യമൊക്കെ എല്ലാവരും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളാണല്ലോ. അപ്പോൾ മാള രവീന്ദ്രനോട് കാലടി ഗോപി പറഞ്ഞു, ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞു കൊടുത്തപ്പോൾ ഇങ്ങനെ 6ാമത്തെ നാടകം ഫ്രീ ആണ് അതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല, നല്ല കാര്യമാണ്, അത് വേണ്ടതാണ്. പക്ഷെ 6ാമത്തെ നാടകത്തിന് ഞാൻ വരില്ല, പിന്നെ 1ാമത്തെ ഇടം പോലെയും വരുള്ളൂ എന്ന് പറഞ്ഞു. അരവിന്ദനത് ആ ട്രൂപ്പിൽ തന്നെ അത് വ്യത്യാസം വരുത്തി. 6ാമത്തെ നാടകത്തിന് പൈസ കിട്ടി തുടങ്ങി. അതാണ് നാടകരംഗത്ത് മാള ചെയ്ത പരിഷ്കാരങ്ങളിൽ ഒന്നാണെന്ന് വേണമെങ്കിൽ അത് പറയാം. അപ്പം അങ്ങനെ ഞങ്ങളങ്ങനെ ഇവിടെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഊണ് മേടിച്ച് ചിലപ്പോൾ 2 ആക്കാറുണ്ട്. അല്ലെങ്കിൽ സ്പെഷ്യലൊക്കെ മേടിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുന്നതിനാണ് പിന്നീട് പങ്കാളി എന്നുള്ള വാക്ക് മലയാളത്തിൽ വന്നത് തന്നെ. അതെ, തമാശല്ല, ഞാൻ ചിരിച്ചിട്ടാ. ഞാൻ പങ്കാളി എന്ന് നമ്മൾ പറയും, അവൻ എന്റെ പങ്കാളിയാണെന്ന് പറയുന്നത് എപ്പോഴും ഈ പങ്കുവെപ്പ്. ഇപ്പൊ ഷർട്ടിന്റെ കാര്യം തൊട്ട് പറഞ്ഞപ്പം ഞാൻ ഷെയറിങ്, ഹാപ്പിനെസ് എല്ലാം നമ്മുടെ എല്ലാം ഷെയർ ചെയ്യുന്ന ആളുകളാണ്. അത് ഇന്ന് ഫ്രണ്ട്ഷിപ്പിൽ ഇല്ലാതെ പോയതും പങ്കാളിത്തമാണ് ഇല്ലാതെ പോയി. ഇതിപ്പോ ഓരോ നാടകക്കാരനും ഇപ്പൊ എന്താ വെച്ചാൽ ഒരു സാമ്രാജ്യത്തിൽ നടക്കുന്നത് ആ ഒരു സിൻസിയറിറ്റി ഇല്ല, ഇപ്പൊ അടുപ്പില്ല. ഞാൻ ഇപ്പോഴും ആ രംഗമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് പറയുന്നത്, ആർക്കൊരു ആത്മാർത്ഥയില്ല. അതുപോലെ ഇവിടെ അവൻ ഒരു ക്യാരക്ടർ നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ നമ്മളെ കൂടി ഡെവലപ്പ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്ന് ശ്രമിക്കും. അല്ലാണ്ട് ഞാനൊരു പ്രമാണിയാണെന്ന് ബോധ്യപ്പെടുത്തണം എന്നുള്ളതല്ല. ആ സിദ്ധി ഞാൻ തിലകഞ്ചേട്ടനെ കണ്ടിട്ടുണ്ട് കേട്ടോ. തിലകഞ്ചേട്ടനെ കൂടെ നിൽക്കുന്ന ആളുകളെ ഞാൻ 5-8 കൊല്ലം അദ്ദേഹത്തിനോട് അഭിനയിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ആ ഒരു കഥാപാത്രത്തെ നമ്മൾ എങ്ങനെ, അദ്ദേഹം മാത്രമല്ല എങ്ങനെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ, അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഡയലോഗ് പറയാൻ പഠിച്ചതും സ്റ്റേജിൽ പെരുമാറാൻ പഠിച്ചതൊക്കെ. നാടകത്തിൽ നിന്ന് വന്ന ആളുകളിൽ ഒരുപാട് പേർക്ക് നാടകത്തോടുള്ള പ്രണയം പോകുന്നില്ല എന്നുള്ള ഒരു അത്ഭുതമുണ്ട്. തീർച്ചയായിട്ടും അതെ. ഒരുപാട് ആളുകൾ, ചിലർക്ക് ഇപ്പൊ നമ്മൾ സിനിമ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ മിമിക്രി ചെയ്ത ആളുകളിൽ നിന്ന് സിനിമ എത്തിയ ചിലരോട് പിന്നീട് മിമിക്രി ചെയ്യാൻ പറയുമ്പോൾ ചെയ്യാത്ത എത്രയോ ആളുകളുണ്ട്, മടിയുണ്ട്, ചെയ്യുന്ന ആളുകളുണ്ട്, രണ്ടുമുണ്ട്. പക്ഷെ നാടകത്തിൽ എനിക്ക് അങ്ങനെ, ഇപ്പൊ മാളച്ചേട്ടൻ നേരത്തെ പറഞ്ഞ വിനയൻ സാറിനെ നമ്മൾ ഓടിയേട്ടെ പറയുന്നത്, ഒന്നുമില്ലെങ്കിൽ ഞാൻ 4 സാരി വലിച്ചു കെട്ടി തെരുവ് നാടകം കളിക്കാൻ പോകുമെന്ന് പറയുന്ന ഒരു തന്റെ ഇടം ഉണ്ടല്ലോ, ഒരു ആത്മധൈര്യം നാടകക്കാർക്ക് ഒരു തുള്ളിക്ക് കൂടുതൽ. അല്ല, പല ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോഴും അരവിന്ദൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ സിനിമയില്ലെങ്കിൽ നാടകത്തിൽ പോകും, നാടകത്തിന് അല്ലെങ്കിൽ തബല വായിക്കാൻ പോകും, അങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ തെരുവ് നാടകം കളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെന്തെങ്കിലും മടിയുള്ള ആളല്ലായിരുന്നു അദ്ദേഹം. കാരണം ജീവിതത്തെ പറ്റി ഒരു നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഒരു വീക്ഷണം ഉണ്ടായിരുന്നു അവന്.
നിലപാടുകളുണ്ടായിരുന്നു. അതൊക്കെയാണ് അരവിന്ദന്റെ പ്രത്യേകത. നാടകത്തെ പറ്റി നമ്മൾ ഇത്രയും പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നാടകത്തിൽ നിന്ന് സിനിമയിലെത്തിയിട്ടുള്ള ഒരാൾ, ഒരുപാട് സൂപ്പർ ഹിറ്റ് നാടകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട ബെന്നി പി നായരമ്പലം. എഴുത്തുകാരൻ, സംവിധായകൻ. അദ്ദേഹം നമ്മളോടൊപ്പം മാളച്ചേട്ടൻ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. മാളച്ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് 1988 88 എൻ്റെ നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന ചേർത്തലയുള്ള ക്യാമ്പിൽ അമ്മിണി ട്രാവൽസ് എന്ന് പറയുന്ന നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുകയാണ്. രാജൻ പി ദേവാണ് സംവിധാനം. അപ്പോൾ രാജേട്ടൻ അന്ന് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലമാണ്. അപ്പോൾ ചേർത്തലയിൽ ഒരു ഷൂട്ടിംഗ് നടക്കുന്നതിനോട് ബന്ധപ്പെട്ട് മാളച്ചേട്ടൻ ലൊക്കേഷനിലുണ്ടായിരുന്നു. അങ്ങനെ രാജേട്ടൻ്റെ റിഹേഴ്സൽ നടക്കുന്നു. ആ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് വന്ന് നാടകം കാണണം എന്നുള്ളൊരു ആഗ്രഹം പുള്ളി പ്രകടിപ്പിച്ചു. അങ്ങനെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് മാളച്ചേട്ടൻ വരികയാണ്. മാളച്ചേട്ടൻ്റെ കൂടെ അന്ന് ജഗതി ചേട്ടനുണ്ട്, പപ്പുവേട്ടനുണ്ട്, മാമുക്കോയ ഉണ്ട്. അങ്ങനെ ഒരു സംഘമാണ് വരുന്നത്. അവർ വന്ന് എൻ്റെ നാടകം അമ്മിണി ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നാടകം കണ്ടു. നാടകം മുഴുനീളം കണ്ട് വളരെ ആസ്വദിച്ച്, നല്ല കോമഡി നാടകമായിരുന്നു. അപ്പോൾ അതിലെ ഹാസ്യരംഗങ്ങൾ വരുമ്പോൾ ഇവരെല്ലാവരും ഇരുന്ന് ചിരിക്കുകയൊക്കെ ആസ്വദിക്കുകയും ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ടൊരു നടിയെ വളരെയധികം പ്രശംസിച്ചു ഇവർ നാടകം കഴിഞ്ഞപ്പോൾ. പൗളി ചേച്ചി എന്ന് പറയുന്ന ചേച്ചി ആ നാടകത്തിലുണ്ടായിരുന്നു. ആ ചേച്ചിയാണ് ഇപ്പോൾ വളരെ പ്രസിദ്ധയായ പൗളി എന്ന് പറയുന്ന സിനിമയിലുള്ള ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ ചേച്ചിനെ അന്ന് നാടകം കണ്ടപ്പോൾ മാളച്ചേട്ടനാണ് പറഞ്ഞത്, പൗളി അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് എത്തും, അതിനുള്ള ഒരു കഴിവ് പൗളിക്ക് ഉണ്ടെന്ന് മാളച്ചേട്ടൻ പറഞ്ഞത് അച്ചിട്ട പോലെ തന്നെ പിന്നീട് പൗളി ചേച്ചി സിനിമയിലേക്ക് എത്തുകയും ചെയ്തു. അല്ല, നാടകക്കാരൻ്റെ കോൺഫിഡൻസ് ഭയങ്കരമാണ്. അല്ലാതെ ഈ മാളച്ചേട്ടൻ സംസാരത്തിൽ പറയുന്നൊരു ഡയലോഗ് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. മാളച്ചേട്ടൻ പറയുമായിരുന്നു, ഈ ഇച്ചിരി ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ ഉള്ളിടത്ത് അഭിനയ ഈ സ്നേഹത്തിനും ആത്മാർത്ഥത്തിനും ഈ ചേർത്തുപിടിക്കലിനും ഒക്കെ ഒരു ബലം ഉണ്ടാകുന്നത്. അതാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്. നമുക്ക് മറ്റേത് ലക്ഷറി വരുമ്പം ആരും വേണ്ട. സത്യത്തില് നമ്മൾ ഈ കഷ്ടപ്പാട് വരുമ്പോഴാണല്ലോ പ്രാർത്ഥിക്കുക പോലും ഉള്ളൂ. എല്ലാം ഉണ്ടെങ്കിൽ ആര് പ്രാർത്ഥിക്കുന്നു? നല്ല കഷ്ടപ്പാടിലാണല്ലോ അതുപോലും പോകുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ശരിക്കും അതിനകത്തുണ്ട്. ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ നടുവിലാണ് നമുക്ക് ആ ഒരു ഭയങ്കര ബോണ്ടിങ് അല്ലെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങൾ. എന്ന് വെച്ചാൽ നമ്മള് തിരിച്ച് ദാരിദ്ര്യത്തിലോട്ട് പോകാനല്ല, പുള്ളി പറഞ്ഞതിനകത്ത് വേറൊരു വലിയ തലമുണ്ട് അല്ലേ? അതെ അതെ. ആ കൊടുക്കുന്ന ഇപ്പൊ ഒരാൾ അത്ര കഷ്ടപ്പാടിൽ ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഈ പറയുമ്പോൾ ഒരാളൊരു 50 രൂപ എടുത്തിടാ സാരമില്ലടാ നീ കൊണ്ടുപോയി വീട്ടിൽ അമ്മയ്ക്ക് മരുന്ന് മേടിക്കുന്ന പറഞ്ഞ് കൊടുക്കുമ്പോ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അല്ല, തീർച്ചയാണ്. അതായത് ഭയങ്കരമുണ്ട്. ഒരു കവിതയുണ്ടല്ലോ, ദാരിദ്ര്യം എന്തെന്ന് അറിഞ്ഞവനെ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്ന് പറയും. ആ പരക്ലേശ ഒരുപാടുണ്ടായിരുന്ന ആളാണ് മാളായിരുന്നൻ. ഞങ്ങളൊരു 4-5 കൊല്ലം സമസ്യ, രചന, അതുപോലെ സ്വരം, മനസ്സ് ഈ നാടകങ്ങളിലൊക്കെ നാടകശാല അഭിനയിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം SL പുരസാരന്റെ സൂര്യസോമയിലേക്ക് പോയി നിധി എന്ന് പറഞ്ഞ നാടകത്തിൽ അഭിനയിക്കുന്നത്. എല്ലാ ദാരിദ്ര്യം അനുഭവിച്ചവർക്കും അങ്ങനെ ഇല്ല കേട്ടോ, ചിലർക്കേ ഉള്ളൂ. അങ്ങനെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ദാരിദ്ര്യം അനുഭവിക്കാത്തവരാണ്. അരവിന്ദനെ പറ്റി പറയുമ്പോഴേ ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം ചെറിയ ഒരു ഇത് ആദ്യം കിട്ടിയത് തളിരുകൾ എന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. നാഗേഷ് നായകനായിട്ട് അഭിനയിച്ച പടം. അത് പത്രത്തിൽ പരസ്യം വന്നു, ഇങ്ങനെ ഒരു പ്രാന്താശുപത്രിയുടെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അപേക്ഷ അയച്ചു. അപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു, നീ അപേക്ഷ അയക്കരുത് കേട്ടോ, കാരണം നിന്നെ ഇൻ്റർവ്യൂ ഇല്ലാതെ അവരെടുക്കും, നീ സ്വതവേ ഒരു ഭ്രാന്തനാണ്, എനിക്ക് അഭിനയിക്കേണ്ടി വരും, നിനക്ക് അഭിനയിക്കേണ്ടി വരും. അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് നർമ്മങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നർമ്മത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരാളെ കൂടി വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സിനിമകളിൽ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ വളരെ സവിശേഷതയുള്ള കഥാപാത്രങ്ങളാണ്. അദ്ദേഹം വന്നിട്ട് നമുക്ക് ഒരു പ്രധാന ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നാരായണൻകുട്ടിച്ചേട്ടൻ. എപ്പോഴായിരുന്നു മാളച്ചേട്ടനെ ആദ്യം കണ്ടതും പരിചയമൊക്കെ? മാളച്ചേട്ടനെ ആദ്യം കണ്ടത് മാനത്തെ കൊട്ടാരം പടത്തിലാണ്. അതിനകത്ത് ഒരു അമ്മാവനായിട്ട് ഞാനൊരു എൻ്റെ നല്ല വേഷമാണ് അതിനകത്ത്. കാരണം ആദ്യം ഞാൻ മാപ്പൊക്കെ വിൽക്കാൻ വരുന്നു, മാപ്പ് എന്ന് പറഞ്ഞ് നടന്ന് വന്നിട്ട് മാപ്പ് അന്ന് വളരെ ജനകീയമായിരുന്നു. അതാണ് ഫേമസ് ആയത്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ മാപ്പൊക്കെ വലിച്ചു കീറിയ വല്ലാണ്ടാക്കി എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പെട്ടിക്കട തുടങ്ങി. പെട്ടിക്കടയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുമ്പോൾ കറക്റ്റ് ഫിലോമിന ചേച്ചി അവിടെ വന്ന്, എടാ നിന്നെ അവിടെ നിന്ന് എൻ്റെ മാമൻ പറഞ്ഞു വിട്ടല്ലേ എന്ന് പറഞ്ഞ് പുള്ളി വന്നിട്ട് ആ പാത്രമൊക്കെ എടുത്ത് പൊട്ടിച്ച് പണ്ടാരടക്കി ഒരു രക്ഷയിലാണ്ടായി.
ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഗതിയില്ല പരഗതിയില്ലാണ്ട് പിറ്റ തെണ്ടാനിരുന്നു ഞാൻ അവിടെ വന്നിട്ടും ഈ പിലോർ ചേച്ചി വന്ന് എന്നെ അവിടെ നിന്ന് ഓടിച്ചു, അങ്ങനെ അവിടെ നിന്ന് പോയി. അങ്ങനെ അത് ഭയങ്കര സംഭവമായിരുന്നു. അതെ, വളരെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള പരിപാടികളാണല്ലോ. മാളച്ചേട്ടനോടൊപ്പം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. മിമിക്സ് ആക്ഷൻ 500 അങ്ങനെ ഒരു പടം ചെയ്തു. സകല മിമിക്രിക്കാരുണ്ട് അതിനകത്ത്, സകല മിമിക്രിക്കാരുണ്ട്. അപ്പോൾ ആ പടം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു TV ഷോ കാണാം. ഷിയാസാണത് കാണുന്നത്. അതായത് എന്തായാലും പറയാ, ജിംനാഷ്യം അല്ല, വേറെ സംഭവം ഇങ്ങനെ നിൽക്കുമല്ലോ, ആരോഗ്യരംഗം. ആരോഗ്യരംഗം അതിങ്ങനെ ഷിയാസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഇവരിങ്ങനെ അത് പിണഞ്ഞ് വലിഞ്ഞ് ഒടിഞ്ഞ് നെരിഞ്ഞിങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നെരിഞ്ഞ് എന്താ പറയുക, പിന്നെ വളഞ്ഞിങ്ങനെ ഇങ്ങനെ വളഞ്ഞ് കാലിൻ്റെ ഇടയിൽ പെട്ടു പോകും, എടുക്കാൻ പറ്റാണ്ടായി പോയി. അപ്പം ഞാനിങ്ങനെ നിൽക്കുക പുറകിൽ മാളച്ചേട്ടൻ പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ വന്ന് ഞാൻ കണ്ടില്ല. അങ്ങനെ ഞാനും ആ കൂട്ടത്തിൽ കരഞ്ഞു പോവും. അത് കഴിഞ്ഞിട്ട് പുള്ളി വന്നിട്ട് എടാ നോക്കടാ ശരിയാക്കടാന്ന് പറഞ്ഞ് ആരാണ്ടൊക്കെ വന്ന് കാല് പിണഞ്ഞതൊക്കെ മാറ്റി നേരെയാക്കി സ്വസ്ഥമായി. അല്ല, ഈ അയ്യോ വിളി അമ്മോ വിളികൾ മാളച്ചേട്ടന്റെ ഒരു വളരെ അയ്യോ അമ്മോ വിളികൾ ഇത്രയും വെറൈറ്റികളിൽ ഇത്രയും തവണ വിളിച്ചിട്ടുള്ളത്. പിന്നെ ചില സമയത്ത് ഇത് സീരിയസ് ആക്കുന്ന കാര്യത്തില് ഒറ്റ ഡയലോഗ് തന്നെ, അതായത് സന്ദേശത്തില് ഇവരുടെ അനിയൻ വന്നിട്ട് എനിക്കൊരു ടേപ്പ് റെക്കോർഡർ മേടിച്ചു തരാമോ, പിന്നെ നിനക്ക് ഇന്ത്യൻ വേണോ ഫോറിൻ വേണോ, ഫോറിനായാലും മതി, ഫോറിൻ വേണോ അല്ലേ, നാളെ ഞാൻ ജപ്പാനിൽ പോകുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് മേടിച്ചോണ്ട് തരാം, നിനക്ക് ഞാൻ മേടിച്ചു തരൂടാ പറഞ്ഞിട്ട് എത്ര രസമാണല്ലേ അങ്ങനത്തെ പരിപാടികൾ ചെയ്തേക്കുന്നത്. നാച്ചുറലാണ്. ഏതൊരു പടത്തില് പടം അറിയില്ല, എന്തെടുത്താലും 15 റുപ്യാണ്, എന്തെടുത്താലും 15 റുപ്യ കുറെ സാധനമൊക്കെ ഉണ്ട്. അത് പെട്രോമാക്സ് കൊടുത്തു. 50 പൈസ എന്തെടുത്താലും 15 റുപ്യ. അപ്പൊ പെട്രോമാക്സ് കൊടുത്തു. അപ്പോ വിനയൻ സാറ്, ഞാൻ ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയാണ്, പലപ്പോഴും ഈ നിലപാടുകളുടെ അദ്ദേഹം തന്നെ പറഞ്ഞു, അതിനകത്ത് വ്യക്തിപരമായ ഉപദ്രവങ്ങളല്ല, അല്ലെങ്കിൽ ആരെയും പൈസ പറ്റിച്ചു എന്നുള്ള കേസല്ല, നിലപാടുകളുടെ പേരിലാണ് കലാകാരനെ മാറ്റി നിർത്തുന്ന ഒരു വിനയൻ സാറിനെ നമ്മൾ എപ്പോഴും കാണുന്നത്. കലാകാരൻ ഡയറക്ടർ എന്നുള്ള നിലയിൽ പ്രൂവണാണ് എത്രയോ തരം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പല ഡയറക്ടേഴ്സിനെയൊക്കെ നമുക്ക് ഒരു സിനിമ കാണുമ്പം ഇത് ഇന്ന ഡയറക്ടറിൻ്റെതാണെന്ന് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ വ്യത്യസ്ത ജോണറുകളിലുള്ള സൂപ്പർ ഹിറ്റുകളും, കൊടും കോമഡി, കൊടും ഹൊറർ, അന്നത്തെ സാങ്കേതിക വിദ്യകൾ വെച്ചിട്ടുള്ള ഒരുപക്ഷെ അത്ഭുത ദ്വീപ് പോലൊരു പടം, അങ്ങനെ ഏതെല്ലാം ദാദാ സാഹിബ് പോലെയുള്ള പടം, പല തരത്തിൽപ്പെട്ട ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരാളാണ് അദ്ദേഹം. ഇന്ന് വരുന്നതും മാളച്ചേട്ടൻ എന്ന് പറയുന്ന ആളുടെ അതും ഒരു വലിയ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു സാർ വന്നതിന് കൂടി. മാളച്ചേട്ടൻ എന്ന അതുല്യ കലാകാരന്റെ ജീവിതയാത്രയിൽ നാടകവും സിനിമയും ഇങ്ങനെ ഇടചേർന്ന് കിടക്കുകയാണ്. രണ്ട് വശങ്ങളിലും ഒരുപാട് സൗഹൃദങ്ങൾ ഉള്ള ഒരു കലാകാരനായിരുന്നു മാളച്ചേട്ടൻ. മാളച്ചേട്ടന്റെ കാര്യം പറയുന്നത് പോലെ തന്നെ നാടകത്തിൽ നിന്നും സിനിമയിലെത്തിയ ഒരു പ്രതിഭ, മാളച്ചേട്ടനോടൊപ്പം നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഒരു പ്രതിഭ. ഏറെ സ്നേഹപൂർവ്വം ബഹുമാനത്തോടെ ഓർമ്മയിലെന്നും മാള രവീന്ദ്രൻ എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഭിനേത്രി കുളപ്പുള്ളി ലീല ചേച്ചി. ലീല ചേച്ചി, സ്വാഗതം ഓർമ്മയിലെന്നും മാള രവീന്ദ്രൻ എന്ന് പറയുന്ന ഈ പങ്ക്തിയിലേക്ക്. നാടക കാലത്തെ മാളച്ചേട്ടനുമായിട്ടൊരു ബന്ധം ലീല ചേച്ചിക്കുണ്ടോ? ഉണ്ട്. എവിടുന്നാണ്, എപ്പോഴാണ്? മാളച്ചേട്ടൻ ഈ കോമഡി അല്ലേ അധികം ചെയ്യുന്നത്, ഞാനും നാടകത്തിൽ അധികം കോമഡിയാണല്ലോ ചെയ്യുന്നത്. അതെ. അപ്പൊ ചേട്ടൻ സിനിമയിലൊക്കെ അതിന്റെ ശേഷമാണ് കേട്ടോ. അപ്പൊ ഞാനും സിനിമയിലുണ്ട്. അങ്ങനെയാണ് സിനിമയിൽ നാടകത്തിന്റെ വെച്ചാൽ മാളച്ചേട്ടൻ നാടകം കളിക്കുന്ന കാലത്ത് എനിക്ക് പരിചയമില്ല. പക്ഷേ ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാനും സിനിമയിൽ വന്ന ശേഷം പുള്ളി ഡയറക്ഷൻ ചെയ്യാറുണ്ട്, നാടകങ്ങളൊക്കെ കളിക്കാറില്ല. അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു എന്നെ വിളിച്ചിട്ട്. അപ്പം ഞങ്ങളൊരു 6-7 പടവും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പരിചയം. അപ്പം എന്നോട് എടി ഞാൻ ഒരു നാടകം ചെയ്യുന്നുണ്ട്, നീ വന്നൊന്ന് അഭിനയിക്കണം കേട്ടോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മാളച്ചേട്ടാ ഞാനും ഇങ്ങനെ സിനിമയിൽ അപ്പോൾ ഡേറ്റിൽ, എടി നീ നാടകത്തിൽ നിന്നാണ് വന്നതെന്ന് ഓർക്കണം, സിനിമയൊക്കെ പോയി പണി നോക്കാൻ പറ. എന്നിട്ട് തിരിഞ്ഞിട്ട് കൊണ്ട് പറയാം
ഞാൻ പറയുന്നത് വെറുതെ പറയാം. നാടകം നിനക്ക് വരുമ്പോ സിനിമ വരുമ്പോ ഞാൻ വിട്ടുതരാം. നമ്മളെ ചോറല്ലേ ഇപ്പൊ അത്. ശരി. ഈ മാളച്ചേട്ടൻ അപ്പം ഈ സിനിമയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള സമയത്ത് നാടക ഡയറക്ഷൻ ചെയ്യുന്നുണ്ട് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ നാടകം ചെയ്തിട്ടുണ്ട്. അതാ ഒരെണ്ണം ഈ നാടകത്തില് മാളച്ചേട്ടൻ ഡയറക്ട് ചെയ്യുന്ന നാടകത്തിൽ ലീല ചേച്ചി അഭിനയിച്ചു. അതായത് വേറൊരു പെണ്ണിനെയാണ് വിളിച്ചത് അവര്. ആ പെണ്ണ് ചെയ്തപ്പം അതിന് ശരിയായില്ല. ആ മാളച്ചേട്ടൻ പറഞ്ഞു ആ കൊളപ്പുള്ളീനെ അങ്ങോട്ട് ആ കൊലപ്പുള്ളീനെ അങ്ങോട്ട് വിളിക്കുന്ന പറഞ്ഞത് ആദ്യം. കൊലപ്പുള്ളി ആ കൊളപ്പുള്ളീനെ അങ്ങനെ വന്നിട്ട് അങ്ങനെ എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് ഞാനൊരു നാടകം ചെയ്യണ്ടേ. ഒരു പെണ്ണ് കൂടെ വന്നു കഴിഞ്ഞാൽ സൈക്കിൾ കിട്ടി അതൊന്നും ശരിയായില്ല, നീ അതൊന്നും വന്ന് അഭിനയിച്ചിട്ടായോ, നിനക്ക് അധികം റിഹേഴ്സലൊന്നും വേണ്ട, നിനക്ക് വേഗം ചെയ്യാൻ പറ്റണ്ട. മാളച്ചേട്ടൻ അതിപ്പം നമ്മളിപ്പോൾ കയറി വരുന്നൊക്കെ അല്ലേ ഉള്ളൂ, എന്തെങ്കിലും പ്രശ്നമായി അതൊക്കെ ഞാൻ നോക്കിയോളാം, നീ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. മാളച്ചേട്ടൻ്റെ വീടുണ്ട് മാളയിൽ, അവിടെ വെച്ചാണ് റിഹേഴ്സലും കാര്യമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ വന്ന് റിഹേഴ്സൽ എടുത്തപ്പം മതിയടി ഇനിയിപ്പോൾ നീ വന്നോളുന്നില്ല, നീ ഡയലോഗൊക്കെ എഴുതി വീട്ടിൽ കൊണ്ടുപോയി പഠിച്ചിട്ട് കൊണ്ട് വന്നാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ മാളച്ചേട്ടൻ അതൊന്നും ശരിയല്ല, മാളച്ചേട്ടൻ്റെ പേരാ പോവുക, എൻ്റെ പേരൊന്നും പോയില്ലേ, നീ ഒന്നും വിചാരിച്ച എൻ്റെ പേര് പോവില്ല. ഞാൻ പറഞ്ഞു മാളച്ചേട്ടൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നാടകമല്ലേ മാളച്ചേട്ടൻ്റെ പേര് കളയാൻ ഞാൻ വിചാരിച്ചാൽ പറ്റും ചലിക്കാതിരിക്കും അവിടെ. അങ്ങനെ റിഹേഴ്സലൊക്കെ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു അപ്പം വേറൊരാൾ പറഞ്ഞു വേറൊരു പെണ്ണിനെയും കൂടി പഠിപ്പിച്ച് വെക്കാം, എന്നിട്ട് അഥവാ ഇവർക്ക് സിനിമ വരികയാണെങ്കിൽ പോയിക്കോട്ടെ, അവൾക്ക് സിനിമ വന്നാലും ശരി, സിനിമേന്റെ അപ്പുറത്തെ അപ്പാപ്പം വന്നാലും ശരി, നാടകം വന്നാലും ശരി, ഇതിലവള് കളിച്ചിരിക്കും പറഞ്ഞു. ഒരു വിശ്വാസമാണ്. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു നാടകത്തിലുള്ള ആൾക്കാർക്ക് അതിനോട് ഒരു പക്ഷേ നാടകം എല്ലാം ഓക്കെ. അപ്പൊ അവളെ പഠിപ്പിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു നീ ഡയലോഗ് പഠിച്ചോ, എന്നിട്ട് ബുദ്ധിമുട്ട് നമുക്ക് നോക്കട്ടെ, പറ്റുവാണെങ്കിൽ നീ തന്നെ കളിക്കണം എന്ന് പറഞ്ഞു. വന്നത് എനിക്കും മാളച്ചേട്ടനും കൂടി ഒരുമിച്ച് സിനിമ. അതായത് സിനിമയുടെ പേരിക്ക് ഓർമ്മല്ല, ഒരു 6-7 സിനിമ ചെയ്തിട്ടുള്ളൂ ഞാൻ മാളച്ചേട്ടൻ്റെ കൂടെ. അപ്പോൾ മാളച്ചേട്ടാ എനിക്ക് ഇങ്ങനെ സിനിമ വന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? എടി എനിക്ക് മാത്രമല്ല നീ മിണ്ടല്ലോ, എനിക്ക് വന്നിട്ടുണ്ട്. സേതുരാമയ്യർ CBI ആണോ എനിക്ക് ഓർമ്മയില്ല. പ്രഭുവിന്റെ മക്കൾ അങ്ങനെ എന്തോന്നാണ്, ഒരു 6-7 പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ, ഒരു കാര്യം ചെയ്യേ, ഇനി അവള് കളിച്ചോട്ടെ. അത് അങ്ങനെ എനിക്ക് സ്റ്റേജിൽ കളിക്കാൻ പറ്റിയില്ല, പക്ഷെ ക്യാമ്പില് പറഞ്ഞല്ലോ ക്യാമ്പിലൊരു ധൈര്യമാണല്ലോ, അത് കളിച്ച് കാണിച്ച് ഒരാൾ ചെയ്ത് കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് റിഹേഴ്സൽ ചെയ്യാൻ ആർട്ടിസ്റ്റ് വേണമല്ലോ. പക്ഷെ എന്നോട് പിന്നെ മാൾച്ചേട്ടൻ പറഞ്ഞെന്താ വെച്ചാൽ നീ ഒരു കാര്യം ചെയ്യ്, നീ നിക്ക്, അവള് പഠിച്ചോട്ടെ, പഠിപ്പിച്ചിട്ട് എന്നോട് 3-4 ദിവസം അവിടെ റിഹേഴ്സൽ ക്യാമ്പിൽ നിൽക്കാൻ പറഞ്ഞു, ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. മോഹൻ സാറിന്റെ ഏത് നാടകമാണ്? എന്റെ ഈ അമരഗീതം എന്ന് പറയുന്ന നാടകം ഉണ്ടായിരുന്നു. അപ്പൊ അത് വളരെ കുറച്ച് സ്റ്റേജ് കളിച്ചുള്ളൂ. അപ്പൊ അത് പിന്നെ പേര് മാറ്റിയിട്ട് വേറൊരു മാള ഒരുപാട് കളിച്ചു. നമ്മുടെ നിയാസ് ബക്കറൊക്കെ അഭിനയിച്ച അതിലാണോ നിയാസ് ബക്കർ? ഞാൻ അഷ്ടബന്ധം എന്റെ നാടകം കളിച്ചിട്ടുള്ളത്. ഇതാ നാടകം അതെന്റെ നാടകമായിരുന്നു. എന്റെ നാടകമായിരുന്നു. 2 നാടകം ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്പാരി എന്ന് പറഞ്ഞൊരു നാടകം, അത് ഞങ്ങള് ശ്രീമുലായിരുന്നു തുടങ്ങിയൊരു സമിതിയായിരുന്നു. അതിൽ VK രമേശൻ തുടങ്ങിയ നല്ല കുറെ നടന്മാര്, പിന്നെ ഒരു റയൻസ് രഘു, അങ്ങനെ കുറെ നല്ല നടന്മാർ. നിങ്ങളുടെ ഒരു നേരം പോക്ക് നാടകമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം നാടകമില്ല, അപ്പൊ നിങ്ങൾ എന്താ ചെയ്തോണ്ടിരുന്നത്? ഞാൻ എന്നെ സംബന്ധിച്ചാൽ വല്ല വായിച്ചുകൊണ്ടിരിക്കും, എഴുതിക്കൊണ്ടിരിക്കും. നടന്മാരെ സംബന്ധിച്ച് അല്ല, മാളച്ചേട്ടനുമായിട്ടുള്ള ബന്ധം. മാള ആദ്യമായിട്ടൊരു റോൾ അഭിനയിക്കുന്ന എൻ്റെ ഒരു സിനിമയാണല്ലോ. ഞാൻ എൻ്റെ ഗ്രീഷ്മം എന്ന് പറഞ്ഞ നാടകം സിനിമയാക്കി, PG വിശ്വംഭരൻ, അതിരിക്കുന്ന രാത്രി എന്ന് പറഞ്ഞു. അതിന്റെ തിരക്കഥ സംഭാഷണം എഴുതിയത് ചേട്ടനാണ്, എൻ്റെ ശ്രീമുലാരൻ വിജയനാണ്. അപ്പോൾ അതിലൊരു ഹാസ്യ കഥാപാത്രം എന്ന് പറഞ്ഞുകൊണ്ട് സീരിയസ് ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പല ഡയലോഗ്സിലും കോമഡി ഉള്ളതുകൊണ്ട് ഹാസ്യ കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. പോലീസുകാരൻ കുട്ടമ്പിള്ള എന്ന് പറഞ്ഞ കഥാപാത്രം 7 പെമ്മക്കളുടെ അച്ഛനാണ്, പോലീസുകാരനാണ്. അപ്പോൾ അങ്ങനെ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് ഒരാളെ വേണം, പുതിയൊരാൾ വല്ലവരും ഉണ്ടോയെന്ന് വെറുതെ PG വിശ്വംഭരൻ ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വേറൊരാളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അണ്ണനെ വിളിക്കുന്നു. ഒരു പരസ്യം ഞാൻ കയറ്റിക്കോട്ടെ, നമ്മുടെ ഈ പരിപാടി കാണുന്ന ചിലർക്കെങ്കിലും അറിയില്ലെങ്കിലും ഈ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള ആരംഭിച്ച സ്ഥലത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. പിന്നെ ഒരു കുട്ടമ്പിള്ള യുഗമായിരുന്നു. ഈ ഒരുപാട് കോൺസ്റ്റബിൾ ഉണ്ടോ, പോലീസ് സ്റ്റേഷൻ ഉണ്ടോ, പോലീസ് സ്റ്റേഷനിൽ കുട്ടമ്പിള്ള ഉണ്ട്. അത് ആള് ആർട്ടിസ്റ്റ് മാറിയാലും കുട്ടമ്പിള്ള ഇല്ലാത്ത പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത. അല്ല, അന്നത്തെ നാടകത്തിന്റെ ട്രെൻഡ് ആണത്. നാടകത്തിലും പോലീസാണെങ്കിൽ കുട്ടമ്പിള്ളയാണ്. അതങ്ങനെ കുട്ടമ്പിള്ള ഇല്ലാത്ത പരിപാടിയില്ല. അപ്പൊ അതിന് തുടക്കം വെച്ചതാണ് ഈ പറയുന്ന മുഹൂർത്തം കേട്ടോ. അതെ, സത്യം അത് പറഞ്ഞ. ഇത് 74-ലാണ് ഈ നാടകം ഞാൻ എഴുതിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് കുട്ടമ്പിള്ളവർ പിന്നെ വന്നു. അപ്പൊ ഇങ്ങനെ ഈ സിനിമയാക്കാൻ വന്നു കഴിഞ്ഞപ്പോ ചേട്ടനാ, അപ്പൊ ഞാനന്ന് സിനിമാ രംഗത്ത് AB രാജന്റെ സഹസംവിധാനമായിട്ട് ചെന്നിട്ടേ ഉള്ളൂ. അതിനുശേഷമാണ് PG വിശ്വംഭരന്റെ കൂടെ വരുന്നത്.
ഇത് എടുത്ത് ഗണേഷ് കലാമന്ദിർ, MS വിശ്വനാഥൻ്റെ ഗണേഷ് കലാമന്ദിർ എന്ന് പറഞ്ഞ ആ സിനിമ സ്റ്റുഡിയോ, അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ പടം എടുത്തത്. അപ്പോൾ ഒരാളെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാളയുടെ പേരൊന്ന് പറഞ്ഞുകൂടെ ഞാൻ ജ്യേഷ്ഠനോട് ചോദിച്ചു. പറയാം, നീ എൻ്റെ നല്ല ഇതാണെന്ന് പറഞ്ഞ് മാളയുടെ പേര് പറയാണ്. അപ്പോൾ വിശ്വംഭരൻ അത്ര അങ്ങോട്ട് തൃപ്തിയായില്ല. എങ്ങനെ നിങ്ങൾ എന്ത് ചേട്ടനും കൂടി ഇങ്ങനെ ഒരാളെ റെക്കമെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല നടനായതുകൊണ്ടാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാവുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ ടെലഗ്രാം അടിക്കാണ്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞ് മാള അറിയുന്നൊരു ടെലഗ്രാം. അവനൊരു ടെലഗ്രാം തിരിച്ചങ്ങട് സെൻഡ് എ പ്ലെയിൻ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞു. ടെലിഗ്രാം അടിച്ചു. എന്നിട്ട് വന്നു അവിടെ വന്നു. ഈ ഇവന്റെ പെർഫോമൻസ് ആദ്യത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമായി. അപ്പോൾ സിനിമാ നടൻ ജയനൊക്കെ ഉണ്ടായിരുന്നു, അത് എന്തോ കാര്യത്തിന് ഷൂട്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ പടം അത് കഴിഞ്ഞ് തിയേറ്ററിലൊക്കെ വരുമ്പോഴേ ചിരിയും അതുപോലെ തന്നെ കണ്ണീരും, ഒപ്പം കണ്ണീരും കിനാവും എന്ന് പറഞ്ഞ പോലെയാണ്. അത്ര ഗംഭീരമായിട്ട് ആ റോളവൻ ചെയ്തു. പിന്നീട് സിനിമ അന്ന് അവന് കൊടുത്ത പ്രതിഫലം 2500 രൂപയാണ് അവിടെ നിന്ന് കൊടുത്തത്. ഇത് കഴിഞ്ഞപ്പോൾ കുറേ സിനിമകൾ വന്നു കഴിഞ്ഞപ്പോൾ ബൽത്തസാർ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പടം എനിക്ക് തോന്നുന്നു ഹേമന്തരാത്രിയാണെന്നോ, അതിൽ ഇദ്ദേഹത്തെ വിളിച്ചു. അത് ജയൻ്റെ റെക്കമെൻഡേഷനിലാണ്. ജയൻ പറഞ്ഞിങ്ങനെയാണ്, ഞാനും കൂടെ ഉള്ളപ്പോഴാണ് പറഞ്ഞു, സാർ ഒരു പുതിയൊരു ആക്ടർ വന്നിട്ടുണ്ട്, ഗംഭീര നടനാണ്, ആൾ നമ്മളെ പിടിച്ച കിട്ടുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നണില്ല, നന്നായിട്ട് പോകുന്ന ഒരാളാണ്, ആൾ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നോട് ചെന്നു. അപ്പോൾ എന്നോട് റെക്കമെൻഡേഷൻ വരെ ചോദിച്ചു എന്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒരു 10,000 രൂപ പറഞ്ഞു. അപ്പോൾ 10,000 രൂപ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നീ നടത്തണേ, നീ ഒരു റേറ്റ് കൃത്യമായിട്ട് പറയാനോ. ഞാൻ പറഞ്ഞു അദ്ദേഹം തന്നെ നിശ്ചയിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ചെന്ന വഴി ഞങ്ങളിങ്ങനെ അടുത്തടുത്തിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, മാള രവീന്ദ്രന് ഇതിലൊരു 4,000 രൂപ തരും എന്ന് പറഞ്ഞു ബൽത്ത സാർ. ഇവരെന്നെ ഇങ്ങനെ നുള്ളി തന്നെ ഇങ്ങനെ വലിയ സന്തോഷമായി നല്ല വീട്ടിൽ. പിന്നെ അവിടെ നിന്നൊരു യാത്രയാണ്. ഇതാണ് ആദ്യത്തെ പോപ്പുലർ ആയിട്ട് സിനിമ. അതെ അതെ. അതിനു മുമ്പ് ചെറിയ ഈ ഞാൻ പറഞ്ഞ തളിരുകൾ പറഞ്ഞല്ലോ, ഈ ചന്ദ്രകുമാറിന്റെ ഒക്കെ ചെറിയ ചെറിയ എന്തെങ്കിലും ഒന്ന് മുഖം കാണിച്ചു പോകുന്ന ഒരു പറഞ്ഞറിയിക്കാൻ. സിനിമയുടെ ലൊക്കേഷനിൽ പെർഫോം ചെയ്യുന്നത് അനശ്വര നടൻ ജയൻ കാണുന്നു, ജയൻ അടുത്ത പടത്തിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. എന്തെല്ലാം വഴികളിലൂടെയാണ് ഒരു പ്രതിഭ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഭാഗ്യം നിലയൊന്നൊരു പടം ഞാൻ ചെയ്തു. അങ്ങനെ എൻ്റെ അച്ഛനായിട്ടാണ് അതിനകത്ത് ഈ ഭാഗ്യം നിലയം. അത് ഈ ചൂളയൊക്കെ ആട്ടിയിട്ട് ഇങ്ങനെ കല ഉണ്ടാക്കുന്ന മരന്മാരുടെ ഒരു പടം. അപ്പൊ കുറെ നേരം ഒരു ഇങ്ങനെ മൂപ്പനെ കാണാനില്ല, മൂപ്പനെ കാണാനേ ഇല്ല. ആൾക്കാർ കംപ്ലീറ്റ് ലൊക്കേഷനിലോ സിനിമയിലോ ലൊക്കേഷൻ മൂപ്പനെ കാണാനില്ല. അത് എല്ലാവരും ഇങ്ങനെ അന്വേഷിച്ച് നടക്കാം. അവസാനം ചൂളയ്ക്കകത്ത് കത്തിക്കരിഞ്ഞിട്ട് ഒരു ഡെഡ് ബോഡി ആയിട്ടിരിക്കും, കിടുങ്ങി പോകും നമ്മൾ കണ്ടാൽ. അത്ര പെർഫോമൻസ് ആണ്. അങ്ങനെ ഇരിക്കണ പുള്ളി. ഹോ സംഭവിച്ചു ഒരു കാര്യങ്ങൾ ശരിക്കും ആളുകൾ ഇരുത്താവുന്ന രീതിയിൽ ചുട്ട മറുപടി കൊടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി. അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ. അപ്പൊ ഒരു അദ്ദേഹത്തിന്റെ ഒരാള് നിങ്ങൾക്ക് വേണ്ടി ഞാന് മാളച്ചേട്ടന്റെ മോൻ മുത്തു എന്നോട് വരേണ്ടതായിരുന്നു, വേറൊരു തിരക്കുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റാണ്ട് പോയതാണ്. അപ്പോ ഞാൻ ഈ മുത്തുവിനോടാണ് അന്വേഷിച്ചത്, അച്ഛന്റെ നല്ല കൂട്ടുകാരാരൊക്കെയാണ് എന്ന് വിളിക്കാൻ. അപ്പോഴാണ് നിങ്ങളുടെ ലിസ്റ്റുകൾ ഇങ്ങ് വന്നത്. എന്നിട്ട് അപ്പൊ ഈ ഒരാള് ചോദിച്ചു, പൊതുവെ ഈ വർഗീയമായ ചില ചിന്തകളുള്ള ഒരാൾ ഇങ്ങനെ ചോദിച്ചു, നീ ഇപ്പൊ ഹിന്ദുവാണ്, വൈഫ് ക്രിസ്ത്യാനിയാണ്, രണ്ടാമത്തെ കുട്ടികള് നിങ്ങള് ഏത് ജാതിയിൽ നിങ്ങൾ വളർത്തുന്ന ചോദിച്ചോടനെ പുള്ളി പറഞ്ഞു, ഞാൻ ഹിന്ദുസ്ഥാനിയായിട്ട് വളർന്നു, ഹിന്ദുവും ക്രിസ്ത്യാനിയും മറുപടി. അതുപോലെ ഞങ്ങളൊരു ദിവസം ഒരു ഫംഗ്ഷന് പോയി ഒന്നിച്ച് തന്നെ, ഇതുപോലെ വിദ്യാർത്ഥികളൊക്കെ പോണത്. ഞങ്ങൾ പലപ്പോഴും ഈ ശ്രീമൂല എറണാകുളം ജില്ലയിലുള്ള പരിപാടിക്ക് എന്നെയൊക്കെ ഇങ്ങനെ വിളിക്കാൻ ഞങ്ങൾ രണ്ടുപേരും പോകും. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരാൾ ചോദിച്ചു, ഇങ്ങനെ മാളച്ചേട്ടന് ഇപ്പൊ എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, ഞാൻ അങ്ങനെ തലകത്തിയിരുന്നു. ഞാൻ പറഞ്ഞു ഒന്നും മിണ്ടിയില്ല. അപ്പൊ എന്നോട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇവന് 19 വയസ്സായി, പിന്നെ ഗോദ്രേജ് കമ്പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞു. ഉടനെ പുള്ളി അവനോട് പറയണം, എന്റെ അച്ഛന്റെ ക്ലാസ്മേറ്റാണ് ഇവൻ. അത് ഈ പാട്ട് സീനിൽ അഭിനയിക്കാൻ ഈ എനിക്ക് തോന്നുന്നു ദാസേട്ടൻ സ്വരം മാറ്റി പാടിയിട്ടുള്ള പാട്ടുകളിലൊന്നും മാളച്ചേട്ടന് വേണ്ടി തക്കണമുണ്ടൻ താറാവേ, ഞാൻ പറയാം തക്കണമുണ്ടൻ താറാവേ തകിട്ടമുണ്ടൻ താറാവേ എന്നുള്ള പാട്ട് ദാസേട്ടൻ മ്യൂസിക് ഡയറക്ടർ ചെയ്ത, ദാസേട്ടൻ സംഗീത സംവിധാനം ചെയ്ത ചുരുക്കം പാട്ടുകളിൽ ഒന്നാണ് ഈ പാട്ട്. ആ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത് മാളച്ചേട്ടനാണ്. ഒരു വല്ലാത്ത ഡാൻസ്, തക്കിടമുണ്ടൻ താറാവേ തകിട്ട. ദാസേട്ടൻ സൗണ്ട് മാറ്റി പാടുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? ദാസേട്ടൻ സൗണ്ട് മാറ്റി പാടിയേക്കുന്നത് ആ പടം ഏതാ? വീണപ്പൂവാണ് ദാസേട്ടൻ. അതിലൊരു സൗണ്ട് വിദ്യാരമാഷ് ഒരു പാട്ടുണ്ടല്ലോ സൗണ്ട് മാറ്റി പാടിയത്. ഗണപതിയും ശിവനും വാണീദേവിയും ഉടയരുളേണമെന്ന് സൽക്കറ ചൊല്ലുവാൻ, കന്നിമാസത്തിലെ
ആയില്യം നാളിത് പന്നകറാണിയാം കദ്രൂപെറ്റുണ്ടായ ശ്രേഷ്ഠനാനന്ദനോ വാസുഗീതക്ഷകൻ കാർഗോളകൻ തൊട്ടുള്ളായിരം നാഗങ്ങൾ. ഈ നാഗത്താന്മാരെ വെച്ചിട്ടാണ് നമ്മുടെ ആൾക്കാർ പൂജിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അദ്ദേഹത്തിനെ കാണാനേ ഇല്ല. ഞാന് സലീം കുമാരേട്ടന്റെ ട്രൂപ്പിൽ കളിക്കുമ്പം ആ ട്രൂപ്പിൽ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആണ് നാരായണൻകുട്ടി ചേട്ടൻ. അതായത് ഞങ്ങളൊക്കെ ചെറുകിട പരിപാടി 10,000 രൂപയ്ക്ക് 8 പേര് 2.5 മണിക്കൂർ പരിപാടി. ഇത്തിരി പൈസ കൂടുതൽ കിട്ടിയാലും ഒരു സിനിമാ നടൻ എന്നുള്ള നിലയിൽ പോർഷപ്പെടുള്ള ഞങ്ങളുടെ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ആളാണ് നാരായണൻകുട്ടി ചേട്ടൻ. അന്ന് തൊട്ട് ഈ കാലം വരെ നാരായണൻകുട്ടി ചേട്ടൻ ഒരു പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നാണ് ചേട്ടൻ പാടുന്നത് ഞാൻ കേൾക്കുന്നത്. സത്യമായിട്ടും ഇപ്പൊ മാളച്ചേട്ടനെ പറ്റി നമ്മൾ പറയുമ്പോ അദ്ദേഹം ഇങ്ങനെ ടോൺ മാറ്റും, പലതരം കാര്യങ്ങൾ. അദ്ദേഹം നീ എറിഞ്ഞ മേലെ മാനത്തു അല്ലെ പലതരം പാട്ടുകൾ പാടുക, തബല വായിക്കുക, ആ പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ. ചേട്ടൻ ആദ്യമായിട്ട് പാടുക. അല്ല, ഞാനിപ്പോ ചോദിക്കാൻ തുടങ്ങിയതാ പാടുവോ എന്നുള്ളത്. പാടുന്ന മനസ്സിലായില്ലേ? ആളെ ഭാര്യയും പാടും, ഗംഭീര പാട്ട്. മകളും പാടും, മകളും ഭാര്യനും മകളെ അറിയാം. ഭാര്യയും മകളും ഒക്കെ പാടുന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ വീട്ടിൽ പോയിട്ടുണ്ട്. മാളാരവിന്ദൻ എന്ന അതുല്യ പ്രതിഭയെ കുറിച്ച് ഓർക്കുന്നു. നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ. സത്യം പറയാൻ എനിക്ക് മാളാരവിന്ദനെ കുറിച്ച് പറയാൻ സിനിമയിൽ അവകാശങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്. കാരണം ഞാനാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ മാളാരവിന്ദനെ അഭിനയിപ്പിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ സിനിമയിൽ മറ്റ് ഹാസ്യ നടന്മാരുടെ അടുത്ത് നിന്ന് ശത്രുവാവുക പോലും ചെയ്തിട്ടുണ്ട്. എന്താണ്, ഞങ്ങളെ ഔട്ടാക്കാനാണ് ഉദ്ദേശം എന്ന് വരെ നമ്മുടെ പ്രഗത്ഭരായ ഹാസ്യ നടന്മാരെന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അവൻ്റെ തൊഴിലിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മറ്റുള്ളവർ എന്തിനു പേടിക്കണം? നമ്മൾക്ക് തൊഴിലറിയാം, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആര് വന്നാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞപ്പോൾ എന്നാലും അതിൻ്റെ പിന്നിലൊരു ദുരുദ്ദേശമില്ലേ എന്നൊക്കെ ബാസ്ചേട്ടനൊക്കെ, സത്യം പേര് പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറഞ്ഞൊരു ബാസ്ചേട്ടനൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. മാളവിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല, ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹം ചെയ്ത കോമഡികൾ, തമാശകൾ. എനിക്കറിയാം, കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടും ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഒരു ബുള്ളറ്റ് വാങ്ങിയപ്പോൾ അത് കാണിക്കാൻ വേണ്ടി പുറപ്പെട്ടു വന്നു. അപ്പോൾ ഞാൻ സത്യനന്ദക്കാടിൻ്റെ വീട്ടിലുണ്ട് പറഞ്ഞിട്ട് വരുമ്പോൾ മാളവൻ അന്തിക്കാട്ടിലേക്ക് ബുള്ളറ്റിലിങ്ങനെ പാടത്ത് റോട്ടിൽ കൂടെ വരുമ്പോൾ 2 ഭാഗത്തും പുഞ്ചക്ക ഇതാണ്, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ആരോ ഒരാൾക്കാർ അവിടെ ഇരിക്കുന്നത് കണ്ടു. ഇത് മാളവനല്ലേ പറഞ്ഞു തിരിഞ്ഞു നോക്കി, ബൈക്ക് പാടത്തിന് നടുവ് കിടക്കണു. കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ചളിയും ചെറുതായിട്ട് നിൽക്കുന്ന ആൾക്കാർ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ വന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ മാളവനൻ്റെ കോമഡി സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഒരുപാട് കോമഡികളുണ്ട്. ഇനി നമ്മളിപ്പം ഈ നാരായണചേട്ടനെ പറ്റി പറഞ്ഞല്ലോ, ശബ്ദമാറ്റിൽ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എടുത്താല് ഇപ്പൊ സല്ലാപത്തിലെ മൂത്താശാരിയുടെ കഥാപാത്രം, ഒരു ആശ ഉള്ളി പിടിക്കുന്നതും നിൽക്കുന്നതും പോകുന്നതും വരുന്നതിനകത്തൊക്കെ എന്ത് രസമായിട്ടാണ് മാളച്ചേട്ടൻ. ദിലീപേട്ടന് ചില പ്രണയവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ചില സന്ദർഭങ്ങൾ ഈ ക്യാരക്ടർ വലിയ പിന്തുണയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. കാർണിവലിലെ മാളച്ചേട്ടന്റെ കഥാപാത്രം, കാർണിവലിലെ കഥാപാത്രം അതിഗംഭീരമായിട്ടുള്ള ക്യാരക്ടറാണ്. നാടോടിക്കാറ്റ് പട്ടണപ്രവേശത്തില് ഇവരുടെ ജോലിക്കാരനായിട്ട് വീട്ടിൽ നിൽക്കുന്ന ഒരു വേഷമുണ്ട്. സ്ക്രിപ്റ്റിലുള്ളതായിരിക്കും, എന്നാലും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വരുന്നത് ഈ ലാലേട്ടനും ശ്രീനേട്ടനും കൂടെ ഈ വീട്ടിലോട്ട് വരുമ്പം പെട്ടെന്നൊരു മുഖംമൂടി വെച്ചൊരു രൂപം കാണും. അയാളെ പിടിച്ച് ഇവർ രണ്ടുപേരും കൂടെ കീഴ്പ്പെടുത്തി ഇടിച്ച് നശിപ്പിച്ച് മുഖംമൂടി മാറ്റുമ്പം മാളച്ചേട്ടനാണ്. അപ്പം നീ ആരാണ് നീക്കുമ്പോൾ മാളച്ചേട്ടൻ പറയും, അയാളെ ഇവിടെ നിങ്ങൾക്ക് പാചകം ചെയ്യാൻ ഒരാൾ പറയാം, നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ആളാണ്. അപ്പം ശ്രീനേട്ടൻ പിന്നെ എന്തിനാ ഇയാള് മുഖംമൂടി വെച്ച് തന്നത്? സേടിമാരൊക്കെ താമസിക്കുന്ന സ്ഥലമല്ലേ, വല്ല കള്ളന്മാരും വന്നാ അവരുടെ ഭാഗത്തുള്ള ആളാന്ന് വിചാരിച്ചോട്ടെ എന്ന് കരുതി വെച്ചതാ എന്ന് പറയുന്നുണ്ട്. അത് സ്വന്തം സാധനമായിരിക്കും. അതായത് അവര് വന്നാൽ അവരുടെ ഭാഗത്തുള്ള ആളാട്ടെന്ന് വിചാരിച്ചോട്ടെ എന്ന് ഓർത്തിട്ട് തല്ലിട്ട് ഓൾറെഡി മുഖംമൂടി വെച്ച് മൂത്താശ്ശേരിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഞാൻ വളരെ നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. നാടകത്തിൽ അഭിനയിക്കുന്ന കാലത്തും സിനിമയിൽ അഭിനയിക്കുന്ന കാലത്തും ഈ നമ്മുടെ സൊസൈറ്റിയിലുള്ള പല കാർട്ടൂൺ കഥാപാത്രങ്ങളല്ല, അവരൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് അത് മിടുക്കനാ. അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. ഇട്ട് പറയാം, എടാ നാടകത്തിൽ സിനിമയിലൊക്കെ ഇത് കയറ്റിയാൽ ഗംഭീരമായിരിക്കില്ലെന്ന് ചോദിക്കും. അതങ്ങനെ എൻ്റെ മെമ്മറിയിൽ കിടക്കും, അത് എടുത്ത് പ്രയോഗിക്കുകയും ചെയ്യും. ആ ഒബ്സർവേഷൻ ഭയങ്കരമാണ്. നിമിഷം കൊണ്ടുണ്ടാകുന്ന തമാശകൾ. ഒരു ബോർഡ് കണ്ടു, അത് കൊണ്ടിപ്പോ തമിഴ് പടത്തിന്റെ ഒരു പോസ്റ്റ് ഇട്ടപ്പോ ഇങ്ങനെ നിന്നിട്ട് പണ 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 പനമ പശമ പണമാ പേര് പണമ പാശമ. ഇയാൾക്ക് വായിക്കാറുണ്ടേ.
പനാമ പശാമ. അത് ഇതുണ്ട് നമ്മുടെ പുതുക്കോട്ടയിലെ പുതുമണവാളനിലൊക്കെ ഒരു കഥാപാത്രം ഉണ്ട്. ആ നാട്ടിൽ വെറുതെ ചെണ്ട അടിച്ചിരിക്കുന്ന ഒരാളാണ്. ഇവര് രാത്രി ജയറാമേട്ടനൊക്കെ പോകുന്ന സമയത്ത് ബോബിച്ചേട്ടനും ആരുമാണ് കൂടുതൽ ഇരിക്കുന്നത്. അപ്പൊ പറയും ഇവര് ഉറക്കമൊഴിച്ചതിനെ പറ്റി പറയും. പണ്ട് ഇതുപോലെ ഞാൻ ഉറക്കം ഒഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇപ്പൊ തിരിക്കുന്ന ഒരാൾ പറയും ഞാനും ഒഴിച്ചിട്ടുണ്ട്. നീ ഒഴിച്ചിട്ടുണ്ട് മൂത്രം ഉറക്കം നീ ഇതുപോലെ. അതെ, ഭയങ്കര കോമഡിയാണ്. പക്ഷെ ഹോട്ടലുണ്ടാക്കാൻ ഒരു കഴിവുള്ള ഒരു വ്യക്തി അതെങ്ങനെ പോലെ വേറെ ആരും. വാളച്ചേട്ടൻ എന്ന അതുല്യ നടനെ കുറിച്ച് സംവിധായകൻ നിരവധി നല്ല സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ രഞ്ജിത്ത് ശങ്കർ ഓർക്കുന്നു. പുണ്യാളൻ അഗർബത്തീസ് എന്ന് പറയുന്ന സിനിമയിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആനപ്പാപ്പാന്റെ വേഷത്തിന് വേണ്ടിയിട്ടാണ് മാളച്ചേട്ടനുമായിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ആ വേഷം മനസ്സിൽ വന്നപ്പോൾ തന്നെ ഒരു തൃശ്ശൂർ നടക്കുന്ന കഥയാണ്. ആ കഥാപാത്രം അയാളുടെ ചില പ്രത്യേകതകളുള്ളതുകൊണ്ട് മാളച്ചേട്ടനെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അങ്ങനെ മാളച്ചേട്ടനെ വിളിച്ചു. ആ സിനിമയിലുള്ളൊരു പരിചയം മാളച്ചേട്ടനായിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നത് ഒരു ഫ്ലാറ്റിലാണ്. അന്ന് ആ ഫ്ലാറ്റിലെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ മാളച്ചേട്ടൻ ചില ശാരീരികമായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷെ അന്ന് 1-2 നില കയറിയിട്ട് അതിനൊരു ബുദ്ധിമുട്ട് അദ്ദേഹം കാണിച്ചില്ല. പെട്ടെന്ന് എനിക്ക് തോന്നിയത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡെഡിക്കേഷനും അവരുടെ ആ ഒരു അഭിനയത്തിനോടുള്ള എന്താ പറയുക ആ സബരിയോടുള്ള അവരുടെ ഒരു സമർപ്പണവും ഒക്കെ മനസ്സിലാവുന്ന ഇതുപോലത്തെ ലെജൻസ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം വിളിക്കാവുന്ന അവരോട് വർക്ക് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് അത് ഒരു സിനിമയിലേ സാധിച്ചുള്ളൂ എന്നുള്ളത് ദുഃഖമാണ്, ഒരു സിനിമയിലെങ്കിലും സാധിച്ചു എന്നുള്ളത് അഭിമാനമാണ്. മാളച്ചേട്ടൻ ഇനിയും വരുന്ന തലമുറകൾ ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിലൂടെ സിനിമകളിലൂടെയും ഓർക്കുന്ന ഒരു കാലം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സത്യം. അതുപോലെ മാളയുടെ വേറൊരു കാര്യം പറയുമ്പോൾ തിലകൻ ചേട്ടനും മാളയും കൂടെ ഒരു സെറ്റിലിരിക്കുകയാണ്. വേറെ പല ആളുകളുണ്ട്. അപ്പം വൈകിട്ടുള്ള ഭക്ഷണം എന്ത് വേണമെന്ന് പ്രൊഡക്ഷനിലെ പിള്ളേർ വന്നിങ്ങനെ ചോദിച്ചു. ചിലർ ചപ്പാത്തി പറഞ്ഞു, ചിലർ ഉപ്പുമാവ് പറഞ്ഞു, ഓരോ കഞ്ഞി വേണം. അപ്പം മാള പറഞ്ഞു എനിക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞു. തിലകൻ ചേട്ടനെ അറിയാമല്ലോ. തിലകൻ ചേട്ടൻ പറഞ്ഞു ഓഹോ മാള ഒരു കഞ്ഞിയാണല്ലേ. ഉടനെ പുള്ളിയുടെ കൗണ്ടറാണ്. ഞാൻ മാത്രമേ സിനിമാ രംഗത്ത് കഞ്ഞി ചോറായിട്ട് എന്താ തിലകൻ ചേട്ടാ കാര്യം, അതുകൊണ്ട് കഞ്ഞി ഭയങ്കരമാണ്. ഒരു ടെലിവിഷൻ പരിപാടിയിൽ അദ്ദേഹം ജഡ്ജായിട്ട് വന്ന സമയത്ത് ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു. ഒരു ടീം ഒരു സ്കിറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ സ്കിറ്റിലുള്ള ഒരാൾ ഒരുത്തൻ പറഞ്ഞു ഇവൻ മാളച്ചേട്ടനെ നന്നായിട്ട് അനുകരിക്കും പറഞ്ഞു. അപ്പം മാളച്ചേട്ടൻ നോക്കിയിരിക്കുകയാണ്. അപ്പം അടുത്തുള്ള ആൾ പറഞ്ഞു ഒന്ന് അനുകരിക്കൂ കേക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞു. മാളച്ചേട്ടൻ നോക്കിട്ട് ഉപ്പോ ഞാൻ ചിരിക്കുമ്പോ ഉപ്പ് ചോദിക്കാറില്ലോ, എന്തിനാ ഉപ്പ് 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവിടെ വെച്ച് ഈ കഥാപാത്രങ്ങൾ എടുത്താലേ ഈ അതേ നാടകത്തിലുള്ളതുകൊണ്ടാണോ ഈ സ്റ്റേജ് പരിപാടികള് കലാകാരന്മാര് ഇവരുടെ കഥ പറയുന്ന ഒരുപാട് സിനിമകളിൽ യാദൃശ്യ മാളച്ചേട്ടൻ വന്നു വിട്ടിട്ടുണ്ട്. അല്ലെ സ്റ്റേജിന് പുറത്തെങ്കിലും കാണും. ഇപ്പോ കോട്ടയം കുഞ്ഞച്ചനില് മുട്ട വെച്ച് എറിയുന്നത് മാളച്ചേട്ടനാണ്. ഓഡിയൻസ് ആയിട്ട് ഫ്രണ്ട് നിൽപ്പുണ്ട്. ഈ കാസർഗോഡ് കാദർബായി മിമിക്സ് ആക്ഷൻ അതിലൊക്കെ ട്രൂപ്പിന്റെ മാനേജറായിട്ട് ഒരു ട്രൂപ്പിന്റെ കഥയാണല്ലോ, അതില് മാളച്ചേട്ടനുണ്ട്. ജോക്കർ പോലെയുള്ള പടങ്ങളിൽ സർക്കസുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ കഥ പറയുമ്പോൾ അതിന്റെ അകത്ത് മാളച്ചേട്ടനുണ്ട്. അപ്പൊ കലാകാരന്മാരുടെ അങ്ങനെയുള്ള കഥകൾ പറയുന്ന പല സ്ഥലങ്ങളിൽ മാളച്ചേട്ടനുണ്ട്. ഇപ്പം സിനിമയിൽ എത്തിയ ശേഷവും അദ്ദേഹം നാടകം സംവിധാനം ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് മിമിക്രി ട്രൂപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു മിമിക്രി ട്രൂപ്പ് ഉണ്ടായിരുന്നു. മിമിക്രിയിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് വേദികളിൽ നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള നിരവധി സിനിമകളിൽ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുള്ള രമേശ് കുറുമശ്ശേരി ചേട്ടൻ ഇപ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നു. എൻ്റെ വീട് കുറുമശ്ശേരിയിൽ മാളയ്ക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് മാളാരവിന്ദൻ ചേട്ടൻ ഇതിലൂടെ പോകുന്നുണ്ട്, സിനിമാ നടൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ എൻ്റെ വീടിൻ്റെ മതിലുമ്മിരിക്കുമ്പോൾ കാറിൽ ഇങ്ങനെ ഇദ്ദേഹം പോകുന്നു. അങ്ങനെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അരവിന്ദൻ ചേട്ടനെ കാണുന്നത്. പക്ഷേ അടുത്ത് പരിചയപ്പെടുന്നത് സത്യനന്ദിക്കാട് സാറിൻ്റെ അടുത്തടുത്ത് എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ റഹ്മാൻ്റെ മാനേജർ ഒരു നിസാമുദ്ദീൻ എൻ്റെ ഒരു മിമിക്രി കണ്ടിട്ട് അവസരം തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ സേക്രഡ് ഹാർട്ട് കോളേജിലേക്ക് വിളിക്കുകയാണ്. അവിടെ ചെന്ന് റഹ്മാൻ്റെ മുമ്പിൽ ഞാൻ മിമിക്രി നടത്തി കഴിഞ്ഞപ്പോൾ റഹ്മാന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ സത്യനന്ദിക്കാട് സാറിനോട് പറഞ്ഞു ഇങ്ങനെ നല്ല മിമിക്രിയാണെന്ന് പറഞ്ഞിട്ട് അവർ അന്ന് സെറ്റൊക്കെ
നിർത്തിവെച്ചിട്ട് എൻ്റെ മിമിക്രി കാണാണ്. പിന്നീട് അതിന് ശേഷം ഓസ്കാർ എന്ന് പറഞ്ഞ സംഘടന സമിതി രൂപീകരിക്കുമ്പോൾ നമ്മുടെ സണ്ണി മൈങ്കണ്ടം അദ്ദേഹത്തെ പേട്ടനായിട്ട് വെച്ചു. അപ്പോൾ അതിക്ക് മുമ്പ് എന്നെ വന്ന് കണ്ടു, ഇങ്ങനെ ഓസ്കാറിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ അരവിന്ദേട്ടനെ പേട്ടനാക്കി വെച്ച് ഞങ്ങൾ പിന്നെ ഓസ്കാർ ഒരു കുടുംബം പോലെ ഒരുപാട് കാലം ഒരു കുടുംബം പോലെ അങ്ങനെ കഴിഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ മേക്കാടുള്ള ഒരു വീട്ടിലായിരുന്നു റിഹേഴ്സൽ ക്യാമ്പ്. പലപ്പോഴും ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തരാറുണ്ട്. അങ്ങനെ വലിയൊരു സൗഹൃദമായിരുന്നു. ഏതൊരു മലയാളിയുടെയും മനസ്സിൽ ഒരുപാട് കാലം നിറശോഭയോടുകൂടി നിൽക്കുന്ന, ഇന്നും എന്നും നിൽക്കുന്ന കുറേ കഥാപാത്രങ്ങളിലൂടെ മാളാരവിന്ദൻ ചേട്ടൻ ഇന്നും ജീവിക്കുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അമ്പിളിയുടെ സിനിമ അമ്പിളിയുടെ കബനി മനോഹര ആദിവാസി 90-95 വയസ്സായിട്ടുള്ള ആള്. ഗംഭീര കഥാപാത്രമാണ്, മെയിൻ സാധനം. അല്ല, മാളച്ചേട്ടൻ ചെയ്ത കഥാപാത്രങ്ങൾ ഏതാ മോശമുള്ളത്? ഒന്നിനൊന്നിനും മെച്ചമുള്ളതല്ലേ? ഈ കഥാപാത്രങ്ങളെ പറ്റി മാത്രമല്ല, ഇത്രയും സ്നേഹബന്ധങ്ങള്, കുടുംബ ബന്ധങ്ങള്, സൗഹൃദം എല്ലാം ഇതുപോലെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു. എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട്, എൻ്റെ ജ്യേഷ്ഠൻ പുള്ളിയുടെ സ്വന്തം സഹോദരനെ പോലെയാണ് കണക്കാക്കിയിരുന്നത്. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു ദിവസം പോലും ഒഴിവ് കിട്ടിയ അവിടെ വരും. അവിടെ വന്ന് ചേട്ടൻ്റെ സൗകര്യങ്ങൾ അന്വേഷിക്കും. സാമ്പത്തികമായിട്ട് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ മകൻ്റെ വിവാഹം, എൻ്റെ വീട്ടിലെ ഏതാവശ്യങ്ങളും, അതിപ്പോൾ എൻ്റെ മാത്രമല്ല, ഇപ്പോൾ വിദ്യാലയത്തിൻ്റെ വീട്ടിലാണെങ്കിലും അമ്പിളിയുടെ വീട്ടിലാണെങ്കിലും ഓരോ വീടുകളിലും ചെന്നിട്ട് ആ കുടുംബാംഗമായിട്ട് മാറുകയാണ്. എനിക്ക് മറക്കാൻ വയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവസാന കാലഘട്ടത്ത് കോയമ്പത്തൂർ ആസ്പത്രിയിൽ കിടന്നാണല്ലോ മരിക്കുന്നതിന് 4 മണിക്കൂർ മുമ്പ് മരിച്ചു എന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ വാർത്ത വന്നു. ഞാനായിട്ട് ഒരു ചാനലുകാരെ വിളിച്ച് ചീത്തയൊക്കെ പറഞ്ഞതാണ്. ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് ഒരു ദിവസം മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എനിക്ക് പെട്ടെന്നൊരു അസുഖം വന്നിട്ട് ആലുവയിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അറിയിച്ചു, അങ്ങനെ സുഖമായിട്ട് കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാനിരിക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ കോയമ്പത്തൂർക്ക് പോകാൻ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അവനെ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് പറഞ്ഞു, ഗീത പറഞ്ഞു, ഇപ്പോൾ പോകണോ ചേട്ടാ, പോയി വന്നിട്ട് കണ്ടാൽ പോരെ? ഇല്ലടി, എനിക്കങ്ങനെ പോകാൻ പറ്റില്ല, അവനവിടെ സുഖമില്ലാണ്ട് കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയാൽ എനിക്കൊരു സമാനം ഉണ്ടാവില്ല, അവനെ കണ്ടിട്ട് ഞാൻ പോകുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിതിപ്പോൾ എൻ്റെ കണ്ണ് നിറയണം. അതായത് ഞങ്ങൾ അവസാനത്തെ കൂടിക്കാഴ്ച. പിന്നീട് മരിച്ചതിന് ശേഷം കണ്ട് ആരങ്ങനെ എൻ്റെ സ്വന്തം സഹോദരൻ പോലും ചെയ്യില്ല. അങ്ങനെ അത്ര വൈകാരികമായിട്ടൊരു ബന്ധമായിരുന്നു ഞങ്ങളത്. അത് അത്രയും ഡീപ്പായിട്ട് അവൻ എന്നെ സ്നേഹിക്കേണ്ടത് എനിക്ക് ആ ഒരൊറ്റ ഇന്ന് മനസ്സിലായത്. മാളച്ചേട്ടനും അവസാനമായിട്ട് അഭിനയിച്ച നൂൽപാലം എന്ന് പറയുന്ന സിനിമയുടെ സംഗീത സംവിധാനം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും സിനിമകൾ ഇറങ്ങുന്നു, ഇത്ര സിനിമ ചെയ്യുന്നു. ഇവരൊന്നിച്ച് നാടകത്തിന്റെ സൈഡിൽ നിന്ന് തുടങ്ങിയതാണ്. യാദൃശ്ചികമായിട്ട് ആ സിനിമയുടെ സംഗീത സംവിധാനം വിദ്യാരംഭ അടുത്തേക്ക്. അല്ല, അമ്പിളിയെ പറ്റി പറയുമ്പോഴത് പറയണം. അമ്പിളി ഞങ്ങളൊരു 3 പേര് ശ്രീമൂലത്തെ എൻ്റെ ജ്യേഷ്ഠനായിട്ട് തുടങ്ങിയൊരു ബന്ധമാണ് ഈ വിദ്യാലയത്തിനും അമ്പിളിയും എല്ലാവരും ആയിട്ടുള്ളത്. മാളയ്ക്ക് അതിനു മുമ്പേ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഈ 4 പേര് തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു ഇതാണ്. എല്ലാം ഇങ്ങനെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവസാന കാലങ്ങളെല്ലാം വന്നെന്ന് എനിക്ക് തോന്നുന്നതാണ്. ഈ പൊക്കിൾക്കുടിയുടെ ബന്ധം എന്ന് പറയില്ലേ, ആ ഒരു ബന്ധമായിരുന്നു. രക്തത്തിന് എന്താ പറയുക, പച്ചവെള്ളത്തെയൊക്കെ കാട്ടിയുണ്ടെന്ന് നമ്മൾ പറയുമെങ്കിലും ആ രക്തബന്ധം എന്ന് പറയുന്നതിന് ഒരു വലിയ തീവ്രതയുണ്ട്. ആ ബന്ധമാണ് ഞങ്ങൾ എപ്പോഴും എന്നും ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വല്ലാത്തൊരു ബന്ധമായിരുന്നു ഞങ്ങൾ 4 പേരും തമ്മിൽ. അല്ല, ആ ഒരു ആത്മബന്ധം മാളച്ചേട്ടൻ്റെ മകൻ പറഞ്ഞപ്പോഴും അല്ലാതെയും അല്ലേ, നമ്മളിപ്പോൾ സിനിമയിലുണ്ട്, സിനിമയിലെ സൗഹൃദങ്ങളുണ്ട്, സിനിമയിലെ അദ്ദേഹത്തിന് ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉണ്ടില്ലെന്നല്ല പറയുന്നത്. എന്നാലും നിങ്ങളുടെ ഒരു വലിയ കോമ്പിനേഷൻ ആയിരുന്നു. ഞാൻ അതാ ഇപ്പൊ പറഞ്ഞത്, സിനിമയിൽ എത്രയോ മ്യൂസിക് ഡയറക്ടേഴ്സ്, എത്രയോ പടങ്ങൾ, എത്രയോ പാട്ടുകൾ എന്നൊക്കെ പറയുമ്പോഴും മാളച്ചേട്ടന്റെ തുടക്കത്തിലും മാളച്ചേട്ടൻ ലാസ്റ്റ് ചെയ്ത പടത്തിനും വിദ്യാരംഭാണ് സംഗീതം കൊടുക്കുന്നത്. ഞാനും ചെയ്തിട്ടുണ്ട്. സത്യസന്ധമായിട്ട് വന്നു സംഭവിച്ചു. അങ്ങനെ ഞാൻ ആ സംഭവിച്ചതിന്റെ ഒരു യാദൃശ്ചികതയെ കുറിച്ചാണ്. അത് യാദൃശ്ചികമല്ല, സംഭവിച്ചേ മതിയാവും. നമുക്ക് ദിനേശ് പ്രഭാകർ നിരവധി പരസ്യ ചിത്രങ്ങളുടെ സംവിധായകനാണ്, അഭിനേതാവാണ്, നിരവധി സിനിമകളുടെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിക്കുന്ന ആളാണ്. ദിനേശ് പ്രഭാകർ ഇപ്പോൾ മാളച്ചേട്ടനെ ഓർക്കുന്നു. എൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു മീശമാധവൻ. അപ്പോൾ മീശമാധവനിൽ അഭിനയിക്കാൻ ചെന്ന സമയത്ത് ആരെയും പരിചയമില്ലാതെ നമ്മൾ ലൊക്കേഷനിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അടുത്ത ഒരാളാണ് മാളച്ചേട്ടൻ. നമ്മളുമായിട്ട് എവിടെ വന്നിട്ട് വീട് എന്നൊക്കെ ചോദിച്ച് പെട്ടെന്ന് സംസാരിച്ച് ഞാൻ അപ്പം എനിക്ക് എന്താ പറയുക, ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമഡി ആർട്ടിസ്റ്റ് ആയിരുന്നു മാളച്ചേട്ടൻ. കോമഡി ആർട്ടിസ്റ്റ് അല്ല, പുള്ളി ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒത്തിരി പടങ്ങൾ കണ്ട്. അപ്പം ഞാൻ പുള്ളിയോട് വധു ഡോക്ടറാണെന്ന് പറയുന്ന സിനിമയിൽ പുള്ളി പറയുന്ന ഒരു ഡയലോഗൊക്കെ ഞാൻ പുള്ളിനെ അപ്പോൾ പറഞ്ഞു കേൾപ്പിച്ചു. അതായത്
മോള് തന്ന ഓയിൽമെന്റ് മുഴുവൻ ഞാൻ കഴിച്ചു എന്ന് പറയുന്ന ഒരു സീൻ. അപ്പോൾ ഷുഗർ രോഗിയായിട്ട് കാലിൽ കെട്ടുമായിട്ട് മൃഗ ഡോക്ടറെ കാണാൻ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് അത് ഡോക്ടറിൽ. അപ്പോൾ ഓയിൽമെന്റ് മുഴുവൻ കഴിച്ചു എന്ന് പറയുന്ന ഒരു സീനെല്ലാം പറഞ്ഞ് കുറേ ചിരിച്ച്. അപ്പോൾ പുള്ളി കുറേ സിനിമാനുഭവങ്ങൾ പറഞ്ഞ് അന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ്. അതിനുശേഷം പിന്നീട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു. അതിനുശേഷം രസികൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു. അപ്പോൾ ഇത് 3 ലാൽ ജോസ് സിനിമകളായിരുന്നു. അപ്പോൾ ഈ 3 സിനിമയിലും പുള്ളിയോടൊപ്പം കുറേ സമയം ചെലവഴിച്ച് ഇതേപോലെ ഷൂട്ടിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ലൊക്കേഷനിലിരുന്ന് തമാശകൾ പറയാനും അതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം പുള്ളി ചോദിക്കുമായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു വളരെ കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു മാളച്ചേട്ടൻ. അപ്പോൾ ഞാൻ മിമിക്രിയൊക്കെ ചെറുതായിട്ട് ചെയ്ത് നടക്കുന്ന സമയത്ത് മാളച്ചേട്ടൻ്റെ ശബ്ദമെല്ലാം ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. അപ്പം ഞാൻ പുള്ളിനത് പറഞ്ഞ് കേൾപ്പിക്കുകയും പുള്ളി പറഞ്ഞോടാ അങ്ങനെയല്ല അതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കുറേ ഉപദേശങ്ങൾ നൽകുകയും കോമഡി ടൈമിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയും ലൊക്കേഷൻ ചെല്ലുന്ന ഒരാളോട് അങ്ങനെ ഒരു അപരിചിതത്വം ഭാവിക്കാതെ പെട്ടെന്ന് തന്നെ അടുക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു മാളച്ചേട്ടൻ. അപ്പോൾ മാളച്ചേട്ടൻ ഇന്ന് ഇല്ല എന്ന് ഓർക്കുമ്പോൾ ഇന്നത്തെ സിനിമകളിലെ പല കോമഡി സീനുകളെല്ലാം കാണുമ്പോൾ എപ്പോഴും ആ ഒരു എന്താ പറയുക ഒരു വലിയ നഷ്ടം നമുക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. മാളാരവിന്ദൻ പെരുമ്പാവൂർ നാടകശാലയിലേക്ക് പ്രോഗ്രാമിന് എന്നെ വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ പ്രണവം എന്ന് പറയുന്ന ഒരു നാടകം തൃശ്ശൂർ പ്രൊഫഷണൽ ട്രൂപ്പിൽ നടക്കുക. ആ നാടകം കാണാൻ വേണ്ടി പെരുമ്പാവൂർ നാടകശാലയുടെ സാരഥിയും അതിൻ്റെ സെക്രട്ടറിയും കൂടി വന്നു. PR സുകുമാരൻ മാഷും കാലടി ഗോപി വന്നു. റീജൻ തിയേറ്ററിൽ നാടകം കണ്ടു. നാടകം കണ്ടപ്പോൾ അതിൻ്റെ സംഗീതം ഞാനും മുരളിയാണ് അമ്പിളി സെറ്റ് അങ്ങനെ ചെയ്തിരുന്ന സമയത്ത് വന്ന് കണ്ടു. കഴിഞ്ഞപ്പോൾ അവർ സുകുമാരൻ സാറും ഇങ്ങനെ കാലടി ഗോപി വന്ന് പറഞ്ഞവനോട് പറഞ്ഞു നാടകം പോരാ, പക്ഷെ പാട്ടുകൾ ഗംഭീരം, അത് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നാടകം അത്ര കൊള്ളാം അത്രയുള്ളൂ പോരാന്ന് പറഞ്ഞു. പക്ഷെ പാട്ടിനെ സംബന്ധിച്ച് ഒന്നും പറയാല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ ഈ അടുത്ത കൊല്ലത്തെ ഈ പ്രാവശ്യത്തെ പുതിയ നാടകം ഉണ്ടല്ലോ, അതിന് സംഗീതം ചെയ്യാൻ വിദ്യാധരം വരണം, സെറ്റ് അമ്പിളിയും വരണം. എന്താ ഒന്നുകൂടെ ചോദിച്ചു. പിന്നെ എന്താ കുഴപ്പം? അപ്പം നോക്കിയപ്പോൾ അവിടെ പെരുമ്പാവൂർ നാടകശാല ചെന്നപ്പോൾ അവിടെ സെറ്റ് മ്യൂസിക് ചെയ്യാൻ ചെന്നപ്പോൾ അതിൻ്റെ സംവിധാനം ശ്രീമുഖാരം വിജയനാണ്. ഈ നാടകത്തിന്റെ രചന കാലടി ഗോപിയാണ് നാടകരചന. നാടകത്തിന്റെ പേര് രംഗം. രംഗം എന്ന് പറയുന്നത് 4 സീനുകളുള്ള ഒരു മാളച്ചേട്ടൻ തബലയുണ്ടോ? അഭിനയിക്കുന്നുണ്ട്. എന്നിട്ട് ഈ നാടകത്തിന്റെ ഒരു സീൻ ഇങ്ങനൊരു സമ്പ്രദായം പറയാം. ഈ കാലടി ഗോപി നാടകത്തിന്റെ ഒരു രംഗം എഴുതി കഴിഞ്ഞാൽ ആ രംഗം കൊടുത്ത് ഡയറക്ടറെ ഏൽപ്പിച്ചിട്ട് അതിലുള്ള ആൾക്കാരും കൂടി നന്നായി അഭിനയിച്ച് പെർഫെക്റ്റ് ആയാലും രണ്ടാമത്തെ എഴുതുള്ളൂ. അങ്ങനെ കാലടി ഗോപിയുടെ സ്ഥിതി അങ്ങനെയാണ്. ആദ്യത്തെ രംഗം പെർഫെക്റ്റ് ആയിട്ട് അവർ അവതരിപ്പിച്ച് കാണിച്ചാൽ രണ്ടാമത്തെ രംഗം കൊടുക്കും, അപ്പോഴേ എഴുതുള്ളൂ. അങ്ങനെ പാട്ടുകൾ ഇല്ലതാനും പശ്ചാത്തല സംഗീതം മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടി ഞാൻ പോയി ആദ്യം പോകുന്ന അതിനാ. അവിടെ വെച്ചാണ് ഈ വിജയചേട്ടൻ പരിചയപ്പെടുന്നതും. വിജയചേട്ടൻ നാടക ട്രൂപ്പിലത്തെ 4-5 പാട്ടുകളിലുള്ള പാട്ടിൽ നിന്ന് ഒരു പാട്ട് അല്ല, അന്ന് ഞങ്ങൾ തുളസിത്തറ എന്ന് പറഞ്ഞൊരു നാടകം ചേട്ടന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബന്ധത്തിലാണ് അവിടെ നിന്ന് ഒരു 4 പാട്ടുകൾ 5 പാട്ടിൽ ഒരു പാട്ട് കൽപ്പാന്തകാലത്തോളം. ആ പാട്ടിന്റെ വരികൾ ആളുകളുണ്ട്. ഇത് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സംഗീതമല്ല. അദ്ദേഹം ചെയ്തിട്ടുള്ള 4 പാട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ രചനയ്ക്ക് ഈ ട്യൂണല്ല വേണ്ട. എന്ത് ട്യൂൺ വേണമെന്ന് എനിക്ക് പറയാൻ അറിയില്ല. അങ്ങനെ കൊണ്ടുപോയി എനിക്ക് എന്ത് ട്യൂണാ വേണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന് ഇതല്ല വേണ്ടതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുക. വിദ്യാധരാണെന്ന് ചെയ്തു തരാൻ പറഞ്ഞു. ചെയ്തുകൂടെ ചോദിച്ചു. ആദ്യം പറ്റില്ല പറഞ്ഞു. അത് ചേട്ടാ വേറൊരാൾ ചെയ്തല്ലേ, പിന്നെ ഞാനത് ചെയ്യണം. അത് കേട്ടിട്ടില്ല ട്യൂണ്, കേട്ടിട്ടില്ല. എന്നാൽ പിന്നെ ഇത് ഫ്രഷ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്തു കൊണ്ടു. അപ്പം നമുക്ക് സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്, അതിലേക്ക് നമുക്ക് ഇത് യേശുദാസിനും കൂടി പാടിക്കാന്ന് പറഞ്ഞപ്പോൾ നല്ല ഊർജ്ജമായിരിക്കും. സന്തോഷമായി. അങ്ങനെ പറഞ്ഞപ്പോൾ സന്തോഷമായി. അപ്പോൾ ഇതുകൊണ്ട് പിന്നെ നടക്കണം. അത് ക്ഷേമാതിര ട്രൂപ്പിൽ ഹാർമോണിസ്റ്റാ. ഈ ബന്ധം കൊണ്ട് ഈ ഒരു പാട്ടുണ്ടാക്കാൻ അവസരം കിട്ടി. ഈ പാട്ട് കുറെ കാലത്തിന് ശേഷം ഇപ്പൊ 48 കൊല്ലം മറ്റേ ഈ പറയുന്ന കഥ കഴിഞ്ഞിട്ട് ഈ പാട്ട് ഇറങ്ങിയിട്ട് അപ്പൊ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഇത് വന്നപ്പോ സൂപ്പർ ഹിറ്റായി. ജനങ്ങൾക്ക് ഇപ്പൊ എന്നെ കണ്ട കഷായം മരുന്ന് കുടിക്കുന്ന മതി രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്ന് പറഞ്ഞ മാതിരി പാടുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് വൈകുന്നേരം 3 പ്രാവശ്യം പഠിത്തം എടുക്കുള്ളൂ എന്ന് പറയല്ലേ, അങ്ങനെയൊക്കെ അങ്ങനെ നിർബന്ധിച്ച് പാടി. ഈ പറഞ്ഞ ദാസേട്ടനെ കൊണ്ട് പാടിക്കുന്ന പറഞ്ഞ പോലെ ട്രൂപ്പുകൾക്ക് അന്നൊരു പരിപാടിയുണ്ട്. ഞാനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഗൾഫിൽ പോവുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോ
നമ്മളോട് വെറുതെ ചില കമ്മിറ്റിക്കാര് നമ്മള് പരിപാടിക്ക് അവിടെ എത്തിക്കഴിയുമ്പം നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിൽ ഇന്നൊരു സ്പോൺസർ ഉണ്ട്, ഒരു ഗൾഫുകാരൻ. അയാള് ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് നിങ്ങളെ ഗൾഫിൽ കൊണ്ടുപോകാനൊരു താല്പര്യമുണ്ട്, അതുകൊണ്ടാ വന്നേക്കുന്നത്. നമ്മൾ അന്നത്തെ ദിവസം ഡബിൾ പവറും ഡബിൾ ആത്മാർത്ഥതയും, കാരണം ആ ഗൾഫുകാരൻ അങ്ങനെ ഒരു ഗൾഫുകാരനും സദസ്സിലില്ല, ആരുമായിട്ട് കൊണ്ടുപോകാനും പോകുന്നില്ല. അങ്ങനെ ഒരു 5-6 സ്ഥലത്തായപ്പോ നമുക്ക് മനസ്സിലായി ഈ ഗൾഫുകാരൻ ലീവിന് വന്നിട്ടില്ലാത്ത ആളാണ്, അയാൾ അവിടെ എവിടെയോ ആണെന്നുള്ളത്. അങ്ങനത്തെ ഒരു പറച്ചിലാണ് ഈ പറഞ്ഞു എന്ന് പറയുന്നത്. വിദ്യാരേട്ടനും ശ്രീമൂലത്തും പരിസരത്തൊക്കെ വരുമ്പോഴേ അയ്യോ എന്നോട് പറയണെന്നറിയോ, വിദ്യാരമാഷ കണ്ടെന്ന് ആരും പറയാറില്ല, അതേ കൽപ്പാന്താലം ഒന്നുണ്ടായില്ലെന്ന കാലിൽ അങ്ങനെ പറയണേ. എന്നെ കണ്ടപ്പോൾ പറയും കൽപ്പാന്താലം പോണെന്ന്. അല്ല, അതൊരു പ്ലസ് പോയിന്റ് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഒരു ഹൈസ്കൂളിലത്തെ ഒരു പ്രിൻസിപ്പാളേ, ഒരു ലേഡി എന്നെ കണ്ട പറയാം, ഇതേ കൽപ്പാന്തക്കാരൻ വന്നു. കൽപ്പാന്തക്കാരൻ വന്നു. കൽപ്പാന്തക്കാരൻ. നാടകത്തിൽ നിന്നും സിനിമയിലെത്തിയ ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ബെന്നി പി നായരമ്പലം മാളച്ചേട്ടനെ ഓർക്കുന്നു. മാളച്ചേട്ടൻ നാടകക്കാരനായതുകൊണ്ട്, നാടക അഭിനേതാവായതുകൊണ്ട് നാടകത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. നാടകത്തെക്കുറിച്ചുള്ള എന്നോട് നാടകൃത്ത് എന്ന രീതിയിൽ എന്നോട് വളരെയധികം സൗഹൃദത്തോടെയും സ്നേഹത്തോടെയൊക്കെ സംസാരിച്ചു. അന്ന് ഞാൻ ചെറുപ്രായമാണ്, അപ്പോൾ ഇത്രയും ചെറുപ്പം ഉള്ള നാടകൃത്തുകൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വളരെയധികം അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിനിമ എഴുതാൻ തുടങ്ങി. ആ സമയത്ത് എൻ്റെ കീർത്തനം എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അങ്ങനെ ആ ലൊക്കേഷനിൽ വെച്ചിട്ടുള്ള അടുപ്പം ഏത് സമയത്തും ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോഴും നാടകങ്ങളെക്കുറിച്ചായിരിക്കും. ആ വർഷത്തെ നാടകങ്ങളെക്കുറിച്ചും കണ്ട നാടകങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അതിനുശേഷം പിന്നെ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് മാളച്ചേട്ടൻ എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഒരു ചടങ്ങിനോടനുബന്ധപ്പെട്ട് മാളച്ചേട്ടനെ കണ്ടപ്പോൾ മാളച്ചേട്ടൻ അന്നൊരു കമൻ്റ് എന്നോട് പറഞ്ഞു, ഈയിടെയായിട്ട് പേന മാള വഴി പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ പ്രയോഗം വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ അടുത്ത് തന്നെ മാള വഴി പേന പോകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു വിട്ടു. പിന്നീട് ചാന്തുപൊട്ടിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. എൻ്റെ അകത്ത് കണാരൻ എന്ന് പറയുന്ന ലാലേട്ടനോടൊപ്പമുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തത്. അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. അതും നാടകമായതുകൊണ്ട് ആ നാടകത്തെക്കുറിച്ചും അന്ന് ഞങ്ങൾ ലൊക്കേഷനിൽ ചർച്ച ചെയ്തു. അപ്പോൾ ഞങ്ങളെപ്പോഴും ബന്ധപ്പെട്ടിട്ടുള്ള സമയങ്ങളിലെല്ലാം സിനിമയേക്കാൾ ഉപരി നാടകങ്ങളെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. മാളച്ചേട്ടനെ നാടകം എന്ന് പറയുന്നത് ഒരു പ്രാണവായു പോലെ തന്നെയായിരുന്നു. എനിക്കും അതുപോലെ തന്നെയായിരുന്നു. ഞങ്ങൾ ആ നാടക ബന്ധമാണ് എനിക്ക് മാളച്ചേട്ടനായിട്ടുള്ളത്. ഒരു കലാകാരൻ പലതരത്തിലാണ് സമൂഹത്തെയും സൗഹൃദങ്ങളെയും സ്വാധീനിക്കുന്നത്. വ്യക്തി എന്ന നിലയിൽ, കലാകാരൻ എന്ന നിലയിൽ. കലാകാരൻ എന്ന നിലയിൽ എന്ന് പറയുന്നതിൽ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. ഏത് കലയിലാണ് ഒരാളുടെ നൈപുണ്യം എന്നതിനെ ആസ്പദമാക്കി നമ്മൾ ആ കലയോട് ചേർത്താണ് പലപ്പോഴും അയാളെ പറയുക. എന്നാൽ മാളച്ചേട്ടൻ എന്ന അതുല്യ നടൻ്റെ ഒരു എപ്പിസോഡിൻ്റെ ഒരു ദീർഘമായ യാത്ര അവസാനിക്കാറാകുമ്പോൾ വ്യക്തി എന്ന നിലയിൽ നിലപാടുകൾ കൊണ്ട്, സുഹൃത്തെന്ന നിലയിൽ അദ്ദേഹം പല സന്ദർഭങ്ങളിലും സൗഹൃദങ്ങളെ സ്വാധീനിച്ചതിൻ്റെ കഥകൾ കൊണ്ട്, സിനിമയിൽ ഗൗരവമുള്ളതും നർമ്മരസപ്രധാനതുമായ കുറേ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട്, താളമേളങ്ങളുടെ ആളായിക്കൊണ്ട്, സംഗീതത്തിൻ്റെ ആളായിക്കൊണ്ട്, അങ്ങനെ കലയുടെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയ ഒരാൾ തന്നെയായിരുന്നു മാള അരവിന്ദൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയുള്ള ഓർമ്മയിലെന്നും മാള അരവിന്ദൻ എന്ന ഈ ലക്കം ഇവിടെ പരിപൂർണമാകുന്നു. നന്ദി. ആൽബർട്ട് സൈനി. മലയാളികളുടെ മനസ്സിൽ നിന്നും മായ്ക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കാലഘട്ടത്തെയും കലയെയും ഒരു പ്രദേശത്തെയും അടയാളപ്പെടുത്തിയിട്ടാണ് മാള അരവിന്ദൻ എന്ന അതുല്യ കലാകാരൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത്. ഓർമ്മയിലെന്നും മാള അരവിന്ദൻ എന്ന ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു.